പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 4 കാര്യങ്ങൾ എൻ്റെ സമുദായത്തിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും. ഒന്ന് അക്ലുർ റിബ, വ്യാപകമായി പലിശ ഉപയോഗം എൻ്റെ ഉമ്മത്തിൽ വരും എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അക്ലുർ റിബ വൽ ഈമാനുൽ കാദിബ ഫിൽ ബൈഇ വശ്ശിറാ, വിൽക്കുന്നതിലും വാങ്ങുന്നതിലും വ്യാപകമായ കള്ളസത്യങ്ങൾ ഉണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വനഖസുൽ മക്കിയാലി വബഖ്സുൽ മീസാൻ, അളത്തത്തിലും തൂക്കത്തിലും ആളുകൾ കുറവ് വരുത്താൻ തുടങ്ങുകയും ചെയ്താൽ വഖഅത് ഫീഹിമുൽ അംറാദുൽ ഫാഹിഷ, മാരകമായ രോഗങ്ങളാണ് ആ കാലഘട്ടത്തിൽ അല്ലാഹു ഇറക്കുന്ന സമ്മാനമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വഖഅത് ഫീഹിമുൽ അംറാദുൽ ഫാഹിഷ, വഖഅ എന്ന് പറഞ്ഞാൽ വന്ന് വീണു എന്നാ. വഖഅ എപ്പോഴും ഇങ്ങനെ ഉണ്ടാകില്ല. വഖഅ യഖഉ, വഖഅത് ഫീഹിമുൽ അംറാദുൽ ഫാഹിഷ, മാരകമായ രോഗങ്ങൾ അവരിലേക്ക് വന്നു വീണുകൊണ്ടിരിക്കും എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മദീനയുടെ മലരാരണ്യത്തിലിരുന്നത് പുണ്യഭൂമാൻ പറഞ്ഞു തന്നിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. ഏതായാലും കുറച്ച് മുന്നോട്ട് പോയാൽ ഇതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്കാണ് മനുഷ്യരെ നിയോഗിച്ചത് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഭൂമിയല്ലാത്ത വേറെ ഗോളങ്ങളിലും ഗ്രഹങ്ങളിലൊന്നും മനുഷ്യന്മാരില്ല, വേറെ ജീവികൾ ഉണ്ടാകാം. മനുഷ്യരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്കാണ് അല്ലാഹു നിയോഗിച്ചത്. വലഖദ് മക്കന്നാകും ഫിൽ അർദ് വജഅൽനാ ലക്കും ഫീഹാ മആയിഷ് ഖലീലം മാ തഷ്കുറൂൻ. വലഖദ് മക്കന്നാകും ഫിൽ അർദ്, ഭൂമിയിൽ നമ്മൾ നിങ്ങളെ അധിവസിപ്പിച്ചിരിക്കുകയാണ്. ഭൂമിയിൽ നാം നിങ്ങളെ അധിവസിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ജീവിക്കാനുള്ള സ്ഥലമായി ഭൂമിയെ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. മാത്രമല്ല വജഅൽനാ ഫീഹാ മആയിഷ്, നിങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ സംവിധാനവും നമ്മൾ ഭൂമിയിൽ തന്നെ ചെയ്തിരിക്കുകയാണ്. ഖലീലം മാ തഷ്കുറൂൻ, നന്ദി ചെയ്യുന്ന ആളുകൾ നിങ്ങളിൽ വളരെ വിരളമാണ് എന്ന്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ മനുഷ്യ ജീവന് വേണ്ടി അല്ലാഹു സജ്ജീകരിച്ചു തന്നിരിക്കുകയാണ്. നമുക്ക് ജീവിക്കാൻ ആവശ്യമായ ഉപജീവന മാർഗങ്ങളും അല്ലാഹു ഭൂമിയിൽ തന്നെ സംവിധാനം ചെയ്തിട്ടുണ്ട്. അല്ലാഹു പറഞ്ഞത്, ആ സംവിധാനം, ആ ഉപജീവനം നിങ്ങൾ അധ്വാനത്തിലൂടെ കണ്ടെത്തണം എന്നാണ് അല്ലാഹു പറഞ്ഞത്. നിങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളവും ഭക്ഷണവും എല്ലാം അല്ലാഹു ഭൂമിയിൽ ചെയ്തു വച്ചിട്ടുണ്ട്. നിങ്ങൾ അധ്വാനത്തിലൂടെ നിങ്ങൾ ഭക്ഷണ സംവിധാനങ്ങൾ കണ്ടെത്തണം എന്നാണ് അല്ലാഹു പറഞ്ഞത്. അല്ലാഹുവാണ് നിങ്ങൾക്ക് ഭൂമിയെ കീഴ്പ്പെടുത്തി തന്നത്. അല്ലാഹുവാണ് ഭൂമിയെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നത്. ഭൂമിയിൽ ഏതെല്ലാം വഴികളിലൂടെ നിങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയുമോ ആ വഴികളിലൂടെയെല്ലാം നിങ്ങൾ സഞ്ചരിച്ചോളൂ. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഭക്ഷണം നിങ്ങൾ കഴിക്കുകയും ചെയ്തോളൂ. നിങ്ങൾ അധ്വാനിച്ചോളൂ, അധ്വാനിച്ചു ഭക്ഷണം കണ്ടെത്തൂ, എന്നിട്ടത് കഴിക്കുകയും ചെയ്തോളൂ. പക്ഷേ നിങ്ങൾ അധ്വാനിക്കുമ്പോഴോ, നിങ്ങൾ ഉപജീവനത്തിനായി അധ്വാനിക്കുമ്പോഴും, നിങ്ങൾ അധ്വാനിച്ചു സമ്പത്തുണ്ടാക്കുമ്പോഴും, അതുപയോഗിച്ച് നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹുവിലേക്കാണ് മടക്കമെന്ന ബോധം നിങ്ങൾക്കുണ്ടാകണേ. എങ്ങനെയെങ്കിലും പണമുണ്ടാക്കരുത്, എങ്ങനെയെങ്കിലും സമ്പാദിക്കരുത്. സമ്പാദ്യമായാലും നിങ്ങൾ സമ്പാദിക്കുന്നതിനെ കുറിച്ചും നിങ്ങൾ ചെലവഴിക്കുന്നതിനെ കുറിച്ചും അല്ലാഹു നിങ്ങളോട് ചോദിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വഇലൈഹിൻ
നുശൂർ, അള്ളാഹുവിലേക്കാണ് മടക്കമെന്ന ബോധം നിങ്ങൾക്കുണ്ടാകണേ എന്നാണ് അള്ളാഹു പറഞ്ഞത്. അപ്പൊ ഒരു മുസ്ലിമിന് എങ്ങനെയെങ്കിലും പണമുണ്ടാക്കാൻ പാടില്ല, ആ ഉണ്ടാക്കിയ പണം എങ്ങനെയെങ്കിലും ചെലവഴിക്കാനും പാടില്ല. രണ്ടിനും കർക്കശമായ നിർദ്ദേശം അള്ളാഹു നൽകിയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തിയത് ഹലാല് സമ്പാദിക്കാനും ഹലാല് തന്നെ ഭക്ഷിക്കാനും. ഒരാളോട് അള്ളാഹു സമ്പാദിക്കാൻ പറഞ്ഞത് ഫംശൂ ഫീ മനാകിബിഹാ, ഭൂമിയിലൂടെ നിങ്ങൾ യാത്ര ചെയ്തോളൂവെന്ന്. അപ്പൊ ഖത്തർക്ക് പോകാൻ, ദുബായിലേക്ക് പോകാൻ, സൗദിയിലേക്ക് പോകാൻ, അമേരിക്കയിലേക്ക് പോകാൻ. അമേരിക്കക്ക് പോയിക്കൂടെ? അധ്വാനിക്കാൻ അമേരിക്കയിൽ പോയിക്കൂടെ? ഓ, അധ്വാനം ഹലാലാകണമെന്നേ ഉള്ളൂ. ഫംശൂ ഫീ മനാകിബിഹാ, നിങ്ങൾക്ക് എവിടെയെല്ലാം പോകാൻ കഴിയുമോ അവിടെയെല്ലാം നിങ്ങൾ യാത്ര ചെയ്ത് പോയിക്കോളോ, അധ്വാനിച്ച് പണമുണ്ടാക്കുകയും ചെയ്തോളൂ. പക്ഷെ അള്ളാഹു പറഞ്ഞതിൽ അത് ചെലവഴിക്കുകയും ചെയ്തോളോ. അള്ളാഹുവിലേക്കാണ് മടക്കമെന്ന ബോധം നിങ്ങൾക്കുണ്ടാകണേ എന്ന് അള്ളാഹു പറഞ്ഞത് അധ്വാനിക്കാൻ. എന്നിട്ടോ അള്ളാഹു നൽകുന്ന ഭക്ഷണം കഴിക്കുകയും ചെയ്തോളൂവെന്ന്. അധ്വാനിച്ചോളൂ, ഭക്ഷണം കഴിച്ചോളൂ എന്നാ പറഞ്ഞത്. അപ്പോൾ ഒരു മനുഷ്യന്റെ അധ്വാനത്തിന്റെ ഏറ്റവും പ്രധാനമായ ഒന്നാമത്തെ ആവശ്യം അയാൾ ഭക്ഷണം കഴിക്കലാണ്. അതുകൊണ്ടാണ് അല്ലാഹു കുലൂ മിൻ റിസ്ഖിഹി എന്ന് പറഞ്ഞത്. അല്ലാഹു പറഞ്ഞത് അധ്വാനിക്കാനും ഭക്ഷണം കഴിക്കാനും ഉപജീവനം കണ്ടെത്താനും അല്ലാഹു പറഞ്ഞത് ഹലാല് മാത്രമേ നിങ്ങൾ സമ്പാദിക്കാവൂ, എന്നാൽ മാത്രമേ ഹലാല് കഴിക്കാൻ കഴിയൂ. അല്ലാഹു പറഞ്ഞത് ഏതെങ്കിലും ഭക്ഷണം കഴിക്കാനില്ല, ഹലാല് മാത്രമേ കഴിക്കാവൂ എന്നല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു മനുഷ്യർക്കിടയിലേക്ക് മാതൃകാ പുരുഷന്മാരായി നിയോഗിച്ച പ്രവാചകന്മാരോട് പോലും അല്ലാഹു പറഞ്ഞത് യാ അയ്യുഹർ റസൂൽ കുലൂ മിനത് ത്വയ്യിബാത് വഅമലൂ സ്വാലിഹാ ഇന്നി ബിമാ തഅമലൂന ഖബീർ. യാ അയ്യുഹർ റസൂൽ, ഓ പ്രവാചകന്മാരെ, കുലൂ മിനത് ത്വയ്യിബാത്, നിങ്ങൾ നല്ലത് മാത്രമേ കഴിക്കാവൂ. വഅമലൂ സ്വാലിഹാ, നിങ്ങൾ സൽക്കർമ്മങ്ങൾ മാത്രമേ ചെയ്യാവൂ. വഇലൈഹിൻ നുശൂർ വഇന്നി ബിമാ തഅമലൂന ഖബീർ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം ഞാൻ കൃത്യമായി അറിയുന്നുണ്ട് എന്ന് അല്ലാഹു മനുഷ്യർക്കിടയിലേക്ക് അല്ലാഹു മാതൃകാ പുരുഷന്മാരായി പറഞ്ഞയച്ച പ്രവാചകന്മാരോട് പോലും അല്ലാഹു പറഞ്ഞത് ഹലാല് സമ്പാദിക്കണേ, ഹലാലായ ഭക്ഷണമേ കഴിക്കാവൂ, എന്നിട്ട് നിങ്ങൾ സൽക്കർമ്മം ചെയ്യണേ എന്നാണ്. ഈ ആയത്തിന്റെ തഫ്സീറിൽ പല മഹാന്മാരും പറയുന്നുണ്ട് ഹലാല് സമ്പാദിച്ചാൽ മാത്രമേ ഹലാല് കഴിക്കാൻ കഴിയൂ, ഹലാല് കഴിച്ചെങ്കിൽ മാത്രമേ നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഒരാൾക്ക് കഴിയുകയുള്ളൂവെന്ന്. ചില ആളുകളെ പറയാറുണ്ടല്ലോ, ഉസ്താദേ നിസ്കരിക്കണോന്ന് പൂടിയുണ്ട്, പക്ഷേ മടി സമ്മതിക്കുന്നില്ല. ഈ ആയത്തിന്റെ തഫ്സീറിൽ മഹാന്മാരായ ആലിമീങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്, ഒരാൾ ഹലാലല്ലാത്തത് ഭക്ഷിച്ചാൽ അയാൾക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ കഴിയില്ല എന്ന്. അള്ളാഹു പ്രവാചകന്മാരോട് പോലും പറയുന്നിടത്ത് പറഞ്ഞത് യാ അയ്യുഹർ റസൂൽ കുലൂ മിനത് ത്വയ്യിബാതി വഅമലൂ സ്വാലിഹാ, നല്ലത് മാത്രം നിങ്ങൾ ഭക്ഷിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തോളൂ എന്നാണ്. അപ്പൊ ഹലാല് ഭക്ഷിച്ചെങ്കിൽ മാത്രമേ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള പ്രേരണ ശരീരത്തിൽ ഉണ്ടാകൂ എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. എന്തുകൊണ്ടാണ് അല്ലാഹു നല്ലത് മാത്രമേ കഴിക്കാവൂ എന്ന് പറഞ്ഞത്? നല്ലതേ സമ്പാദിക്കാവൂ, നല്ലതേ ഭക്ഷിക്കാവൂ എന്നല്ലാഹു എന്തുകൊണ്ടാ പറഞ്ഞത്? സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ തയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തയ്യിബാ. ഇന്നല്ലാഹ തയ്യിബുൻ, അല്ലാഹു നല്ലവനാണ്, ലാ യഖ്ബലു ഇല്ലാ തയ്യിബാ, നല്ലതല്ലാതെ അല്ലാഹു സ്വീകരിക്കൂല എന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളെ ഹറാമ് കടിച്ചാൽ അയാൾ അല്ലാഹു സ്വീകരിക്കുകയില്ല എന്ന്.
അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു പ്രവാചകന്മാരോട് കൽപ്പിച്ച പോലെ മുഅ്മിനീങ്ങളോടും കൽപ്പിച്ചത്. യാ അയ്യുഹല്ലദീന ആമനൂ കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖനാകും വഷ്കുറുല്ലാഹ ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖനാകും, നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നല്ലതേ നിങ്ങൾ കഴിക്കാവൂ. വഷ്കുറുല്ലാഹ, അല്ലാഹുവിനെ നിങ്ങൾ ശുക്ർ ചെയ്യുകയും ചെയ്യണം. ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ. അല്ലാഹു ഹബീബായ നബിയുനാ റസൂലുള്ളാഹി ഈ ഹദീസിൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഹറാമിൽ നിന്ന് മുളച്ചുണ്ടാകുന്ന മാംസമെന്നാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? ഒരാളുടെ ശരീരം വളരുന്നത് അയാൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ മുഖേനയാണല്ലോ, അല്ലേ? ഒരു കുട്ടി പിഞ്ചു പൈതലായി ജനിച്ചു വീഴുകയാണ്. പിന്നെ ആ ശരീരം വളരുന്നത് എങ്ങനെയാ? ഉമ്മയുടെ അമ്മിഞ്ഞ പാൽ കുടിക്കുമ്പോഴാണ് ആ കുട്ടി വളർന്നു വരുന്നത്. 1 വയസ്സോ 1.5 വയസ്സോ ആകുമ്പോ അവന് നമ്മൾ ഭക്ഷണം കൊടുത്തു തുടങ്ങും. 2 വയസ്സോടുകൂടെ മുലപ്പാൽ നിൽക്കുകയായി. പിന്നെ അവൻ വളരുന്നത് തന്നെ അവൻ കഴിക്കുന്ന ഭക്ഷണം മുഖേനയാ. അതുകൊണ്ടാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, കുല്ലു ലഹമിൻ നബത മിൻ ഹറാം, ഹറാമിൽ നിന്ന് മുളച്ചുണ്ടാകുന്ന മാംസമെന്ന് പറഞ്ഞാൽ ഒരാൾ കഴിക്കുന്ന ഭക്ഷണം ഹറാമായാൽ ഫന്നാറു ഔലാ ബിഹി, ആ ശരീരത്തോട് ഏറ്റവും ബന്ധപ്പെട്ടത് നരകമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉറക്കെ ചൊല്ലണം സ്വലാത്ത്. അതീവ ഗൗരവമുള്ളൊരു കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അതുകൊണ്ട് സമ്പാദ്യം ഹലാലാകണേ എന്ന് പറയുക മാത്രമല്ല, പുണ്യനബി എപ്പോഴും ഇങ്ങനെ ദുആ ചെയ്യാറുണ്ടായിരുന്നു. اللهم أصلح لي دنياي التي فيها معاشي وأصلح لي آخرتي التي إليها معادي. اللهم أصلح لي دنياي التي فيها معاشي, എൻ്റെ ഉപജീവനത്തിൻ്റെ സ്ഥലമായ ദുനിയാവിലെ ഉപജീവനം നീ നന്നാക്കി തരണേ അല്ലാ. എൻ്റെ ഉപജീവനം ഹലാലാക്കണേ, ഹറാമാക്കരുത് അല്ലാ. ഹറാമിൻ്റെ ഒരു തുണ്ട് പോലും എൻ്റെ സമ്പാദ്യത്തിൽ നീ വരുത്തരുത് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യാറുണ്ടായിരുന്നു. വആഖിറതി അല്ലതി ഇലൈഹാ മആദി, എൻ്റെ മടക്ക സ്ഥലമായ ആഖിറവും നീ നന്നാക്കി തരണേ എന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യാറുണ്ടായിരുന്നു. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടിയായ സയ്യിദുനാ ഹസൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ മസ്ജിദുൻ നബവിയുടെ ചാരത്തായി സകാത്തിന്റെ സ്വത്തുകൾ കൊണ്ടുവന്ന് കൂട്ടിവെച്ചിരിക്കുകയാണ്. നല്ലോ ശ്രദ്ധിക്കണം ഉമ്മ, നല്ല പോലെ ശ്രദ്ധിക്കണം എൻ്റെ സഹോദര. ഉമ്മ, നമ്മുടെ ഭർത്താവിന്റെ ജോലി പൂർണ്ണമായും ഹലാലാണോ? അയാളുടെ സമ്പാദ്യം ഹലാലാണോ എന്ന് ഉറപ്പ് വരുത്തേണ്ട ബാധ്യത നിങ്ങൾക്കാണ്. എന്തുകൊണ്ട്? ഭർത്താവിന്റെ സമ്പാദ്യം പൂർണ്ണ ഹറാമായാലും നമ്മൾ നരകത്തിൽ പോയി വീഴുമെന്നാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. ഭർത്താവിന്റെ സമ്പാദ്യം ഹറാമായാൽ ആ ഭക്ഷണം കഴിക്കുന്ന മക്കൾ നരകത്തിന്റെ വിറകുകളാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. അതുകൊണ്ട് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ദുആ ചെയ്യാറുണ്ടായിരുന്നത്, എൻ്റെ ഉപജീവനം നന്നാക്കി തരണേ എന്ന്. മഹാനായ സയ്യിദുനാ ഹസൻ റളിയല്ലാഹു അൻഹു ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന പള്ളിയുടെ അടുത്തായി സകാത്തിന്റെ സ്വത്ത് കൊണ്ടുവന്ന് കൂട്ടിയിരിക്കുകയാ. സയ്യിദുനാ ഹസൻ റളിയല്ലാഹു അൻഹു കൊച്ചുമോനാ, ഫാത്തിമ ബീവിയുടെ മോനാണല്ലോ, കൊച്ചുമോനാണ് ഹസൻ റളിയല്ലാഹു അൻഹു. ഹസൻ റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിയുടെ വീട്ടിന്റെ അകത്തളം പട്ടിണിയാണല്ലോ. ഞാനത് പറഞ്ഞു തരേണ്ടതില്ലല്ലോ നിങ്ങൾക്ക്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീടിന്റെ അകത്തളം എപ്പോഴും പട്ടിണിയിലാ ഉണ്ടാകാറുള്ളത്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടി സയ്യിദുനാ ഹസൻ റളിയല്ലാഹു അൻഹു അതാ ഈത്തപ്പഴത്തിന്റെ കൂമ്പാരം കണ്ടപാട് ഓടി വരികയാ.
നേരെ ഓടി വന്നിട്ട് വിശപ്പ് കാരണമാകാം ഈത്തപ്പഴത്തിന്റെ കൂട്ടത്തിൽ നിന്നൊരു ഈത്തപ്പഴം കെടുത്ത് സയ്യിദുനാ ഹസൻ റളിയല്ലാഹു അൻഹു കഴിക്കുകയാ. കഴിക്കാനായി വായിലേക്ക് ഈത്തപ്പഴം കൊണ്ടുപോവുകയാ. അപ്പോഴാ ലോകത്തിന്റെ ഗുരു നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് കാണുന്നത്. അള്ളാഹുവിന്റെ ഹബീബ് ഓടി വരികയാണ്. ഓടി വന്ന് സയ്യിദുനാ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ നിന്ന് ആ ഈത്തപ്പഴം പിടിച്ചു വാങ്ങി സക്കാത്തിന്റെ സ്വത്തിലേക്ക് തന്നെ ഇട്ടിട്ട് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, മോനെ, കുഞ്ഞുമോനെ, ഇന്നഹാ ലാ തഹില്ലു ലി മുഹമ്മദിൻ വലാ ലി ആലി. മോനെ, ഇത് സകാത്തിന്റെ സ്വത്താണ്. ഇത് മുഹമ്മദിനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിനും ഇത് അനവദനീയമാകില്ല മോനെ, ഹലാലാകൂല്ല മോനെ, അതുകൊണ്ട് കഴിക്കരുത് മോനെ എന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സയ്യിദുനാ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ബോധ്യപ്പെടുത്തുകയാണ്. കയ്യിൽ നിന്ന് ഈത്തപ്പഴം വാങ്ങി പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ അത് ഈത്തപ്പഴത്തിന്റെ കൂമ്പാരത്തിലേക്ക് പിടിച്ചു വാങ്ങി ഇടുകയാണ് ചെയ്തത്. അപ്പൊ ഹലാല് മാത്രമേ കഴിക്കാവൂ. അതിന്റെ ഗൗരവം ബോധ്യപ്പെടുത്താനാ ഞാനിത് പറഞ്ഞത്. ഏറ്റവും വലിയ അപകടം എവിടെയാണ്? നമ്മുടെ ശരീരത്തോട് വന്നു ചേരുന്നിടത്ത് തന്നെയാണ്. അപ്പൊ ഹലാല് മാത്രമേ കഴിക്കാവൂ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഒരാളുടെ ഭക്ഷണം ഹലാലാകണോ, അയാളുടെ ജോലി സമ്പാദനത്തിന്റെ വഴി ഹലാലാകണം. അതുകൊണ്ടാ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ത്വലബുൽ ഹലാലി ജിഹാദ്. ഹലാല് സമ്പാദിക്കുക എന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്നതിനോട് സമമാണ് എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ തൻ്റെ ഭക്ഷണം ഹലാലാകണം എന്ന് കരുതി ഹലാലായ ജോലി മുഖേന ഒരാൾ സമ്പാദിക്കുന്നത് ത്വലബുൽ ഹലാലി ജിഹാദ്. അതിന് വേണ്ടി അയാൾ ജോലി ചെയ്യുന്നത് യുദ്ധം ചെയ്യുന്നതിനോട് സമമാണ് എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ്, വഇന്നല്ലാഹ തആല യുഹിബ്ബുൽ അബ്ദൽ മുഹ്തരിഫ്. ജോലി ചെയ്യുന്ന അടിമയെ അള്ളാഹുവിന് വല്ലാത്ത ഇഷ്ടമാണെന്ന് ത്വാഹ റസൂലുള്ളാഹ് എന്നല്ല പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ. ഒരാൾക്ക് വലിയ ജോലിയുണ്ട്, ആ ജോലിയാണെങ്കിലോ ഹറാമാണ്. ഒരാൾക്ക് വലിയ ശമ്പളമുള്ള ജോലി ഉണ്ടല്ലെങ്കിൽ സമ്പാദനത്തിന് വഴിയുണ്ട്, പക്ഷേ അത് ഹറാമാണ്. എന്നാൽ വേറൊരാൾക്ക് ഒരു ചെറിയ കയ്യിൽ തൊഴിലാണുള്ളത്, അത് ഹലാലാണ്. എന്നാൽ ഈ ഹറാമായ സമ്പാദ്യം ദിവസങ്ങളിൽ ആയിരങ്ങളും പതിനായിരങ്ങളും അറിയുന്നതിനേക്കാൾ നല്ലത് ഇയാൾക്ക് ചെറുതാണെങ്കിലും ഹലാലായ പണമാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി പറഞ്ഞല്ലോ, ഒരാളുടെ കയ്യിൽ എത്തിച്ചേരുന്ന പണത്തിൽ ഏറ്റവും നല്ല പണമേതാ? ഒരാളുടെ കയ്യിൽ എത്തിച്ചേരുന്നതിൽ ഏറ്റവും നല്ല പണമേതാ? മഹാനായ റാഫി ഇബ്നു ഖദീജ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റസൂലുള്ളാഹിനോട് മഹാനവറുകൾ ചോദിച്ചു, ഖാല യാ റസൂലല്ലാഹ്. റാഫി ഇബ്നു ഖദീജ റളിയല്ലാഹു അൻഹു പറയാണ്, മഹാനവറുകൾ റസൂലുള്ളാഹിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, അയ്യുൽ കസ്ബി അത്യബോ, ഒരാളുടെ സമ്പാദ്യത്തിൽ ഏറ്റവും നല്ല സമ്പാദ്യമേതാ? ഒരാളുടെ കയ്യിലുള്ള പണത്തിലെ ഏറ്റവും നല്ല പണമേതാ ഹബീബായ നബിയെ എന്ന് മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് റാഫി ഇബ്നു ഖദീജ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ, അമലുർ റജുലി ബിയദി, ഒരാൾ തൻ്റെ കൈകൊണ്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പണമാണ് ഒരാളുടെ സമ്പാദ്യത്തിൽ ഏറ്റവും നല്ല സമ്പാദ്യമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കൈക്കോട്ട് പണിയെടുക്കുന്ന ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ടോ? അല്ലെ കൈപ്പൊക്കെ അല്ലേ? ഇവിടെ അങ്ങനത്തെ പണിയൊന്നും എടുക്കില്ല ആരും.
അപ്പോൾ ആ പണിക്ക് ആവശ്യമുണ്ടായ നിങ്ങൾ എന്താ ചെയ്യുക? കൂലിക്ക് പോയി എടുക്കൂല. ഇവിടെ പെരുതേരിയുടെ പണിയെടുക്കണ ആരെങ്കിലും ഉണ്ടോ? പെരുതേരി എന്നാ മനസ്സിലായോ? പെരുതേരി എന്ന മൂപ്പർ അന്നെ എനിക്ക് കിട്ടേണ്ടി. പെരുതേരി എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗത്തിന് ഏൽപ്പിച്ചു കൊടുത്താൽ നമ്മളെ കൂട്ടത്തിൽ ആരും ഉണ്ടാവില്ല. ആശാരി ഉണ്ടോ? ഇല്ല. തട്ടാനുണ്ടോ? ഇല്ല. ആശാരി ഉണ്ടോ? ആശാരി എന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരു കോമന് റിസർവ് ചെയ്ത് കൊടുത്താണ്. ഒരാളുടെ ഞമ്മക്കൊക്കെ എന്താ പണി? നിങ്ങൾക്കല്ല കേട്ടോ. ഞമ്മക്കെന്താ? നിങ്ങൾക്കല്ല, നീ നാട്ടുകാർക്കല്ല. ഇന്നൊരു 10,000 നാളേക്ക് 1,00,000 മറിയാൻ കഴിയോ? അത് നമ്മൾ പണി. ഹബീബായി നബിയുനാ റസൂലുള്ളാഹി നമ്മൾ തന്നെ കേൾക്കേണ്ടി. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബി ചോദിച്ചു, നബിയേ, ഒരാളുടെ കയ്യിലുള്ള പണത്തിൽ ഏറ്റവും നല്ല പണമേതാണ്? അമലുർ റജുലി ബിയദി, ഒരാൾ കൈകൊണ്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പണമാണെന്ന് മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അല്ലാഹുവിൻ്റെ ഹബീബ് സ്വഹാബികളോട് പറയാൻ, അധ്വാനിച്ചു ഉണ്ടാക്കുന്നതിന് മടി കാണിക്കണ്ട, മടിയില്ലാതിരിക്കാൻ സ്വഹാബികളെ പ്രോത്സാഹിപ്പിക്കുകയാ. ഖൈൽ തൊഴിൽ അല്ലാഹുവിൻ്റെ ഹബീബ് വിശദീകരിച്ചു കൊടുക്കുകയാണ്. സഹാബ, കാന ഇബ്രാഹിമു ബസ്സാസ, ഇബ്രാഹിം അലൈഹിസ്സലാം പട്ടുവസ്ത്രം നെയ്തുണ്ടാക്കുന്ന ആളായിരുന്നു. വസ്ത്രം നെയ്യ, കൈത്തൊയില. അല്ലെങ്കിൽ ഇതിന്റെ അർത്ഥം എന്താണ്? കാന ഇബ്രാഹിമു അലൈഹിസ്സലാം ബസ്സാസ, ഇബ്രാഹിം അലൈഹിസ്സലാം ഹൗസ് ഹോൾഡ് കച്ചവടം ചെയ്യുന്ന ആളായിരുന്നു. ഹൗസ് ഹോൾഡ് കടയുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? പുല്ലൂക്കര ഖത്തറിൽ ഉണ്ടാവും. നല്ല പണിയാണ്. മഹാനായ റസൂലുള്ളാഹി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം പാത്രങ്ങൾ നിർമ്മിച്ച് വിൽക്കുന്ന ആളായിരുന്നു. പാത്രം ഉണ്ടാക്കണ ആൾക്ക് നമ്മളെന്താ പറയല്? പാത്രം ഉണ്ടാക്കുന്ന ആൾക്ക് എന്താ പറയാ? കൊശവൻ എന്ന് പറയും. അതൊക്കെ നമ്മൾ വേറെ ആൾക്കോ ഏൽപ്പിച്ചു കൊടുത്ത പണിയാ, ഒരു പ്രവാചകൻ ചെയ്തിരുന്ന പണിയാണതെന്ന് ഹബീബായി നബിയുനാ റസൂലുള്ളാഹി. എന്താ അതിൻ്റെ കാരണം എന്നെനിക്ക് മനസ്സിലായില്ല. പാത്രമുണ്ടാക്കുക എന്ന പണി നല്ല പണിയാ, അതിലും മോശമൊന്നുമില്ല. നമ്മളത് ആർക്കോ ഏൽപ്പിച്ചു കൊടുത്തതാണ്. പുണ്യനബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, കാന ദാവൂദ് അലൈഹിസ്സലാം, ദാവൂദ് നബി അലൈഹിസ്സലാം യഅമലുൽ കഫാഫ്, അങ്കി നിർമ്മിക്കുമായിരുന്നു. വയബിഉഹാ, എന്നിട്ട് അതിനെ വിൽപ്പന നടത്തുകയും വയകുലു സമനഹ, അതിൻ്റെ വില കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന ആളായിരുന്നു നബിയുല്ലാഹി ദാവൂദ് അലൈഹിസ്സലാം. അങ്കി ഉണ്ടാക്കാറുള്ളത് ഇരുമ്പ് കൊണ്ടാണ്. ഇരുമ്പിൽ പണിയെടുക്കുന്ന ആൾക്കാണ് നമ്മൾ കൊല്ലെന്ന് പറയാ. അപ്പൊ പ്രവാചകനായ ദാവൂദ് നബി അലൈഹിസ്സലാം കൊല്ലപ്പണി എടുത്തിരുന്ന ആളായിരുന്നു. എന്താ നിങ്ങള് നോക്കണേ? അങ്ങനെ തന്നെ ഖാന ദാവൂദ് അലൈഹിസ്സലാം, ദാവൂദ് നബി അലൈഹിസ്സലാം കൊല്ലപ്പണി എടുത്തിരുന്ന ആളായിരുന്നു എന്ന് പുണ്യനബി പറഞ്ഞു തരാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. യഅമലുൽ ഖഫാഫ, പണി എടുപ്പിക്കുന്നല്ല, ദാവൂദ് നബി ഉണ്ടാക്കും. വയബിഉഹാ, എന്നിട്ടത് വിൽപ്പന നടത്തുകയും വയകുലു സമനഹ, അതിൻ്റെ ആ പണത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്യുമായിരുന്നു. ആരാ? യാക്കൂബ് നബി, ദ കിങ് ദാവൂദ്, കിങ് ഡേവിഡ് എന്നാണ് ക്രൈസ്തവർ പറയാറുള്ളത്. കിങ് ഡേവിഡ് എന്ന് പറഞ്ഞാൽ കിങ് ദാവൂദ്, അൽ മലികു ദാവൂദ് അലൈഹിസ്സലാം. ദാവൂദ് നബി അലൈഹിസ്സലാം രാജാവായിരുന്നു. രാജാവായ ഒരാൾ എന്തിനാ കൊല്ലപ്പണി എടുക്കുന്നത്? ആവശ്യമില്ലല്ലോ, അയാൾക്ക് ഇഷ്ടം പോണ സമ്പാദ്യം ഉണ്ടാവൂലേ. പക്ഷേ ദാവൂദ് അലൈഹിസ്സലാം ആളുകളുടെ നികുതി ഉപയോഗിച്ച് ഭക്ഷണം കഴിച്ച ആളല്ല. ഖജനാവിൽ വരുന്ന പണം ഉപയോഗിച്ചായിരുന്നില്ല ഭക്ഷണം കഴിക്കുന്നത്. തനിക്ക് ഭക്ഷണം കഴിക്കാൻ കടി കൊണ്ട് അധ്വാനിച്ച് അതങ്ങനെ അങ്കികൾ നിർമ്മിച്ച് ആ അങ്കി വിറ്റിട്ട് ആ അങ്കിയുടെ വില കൊണ്ടായിരുന്നു മഹാനവറുകൾ ഭക്ഷണം വാങ്ങിക്കഴിച്ചിരുന്നത് എന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, കാന നൂഹുൻ അലൈഹിസ്സലാം നജ്ജാറാ, നൂഹ് നബി അലൈഹിസ്സലാം ആശാരിയായിരുന്നു എന്ന് റസൂലുള്ളാഹി. നൂഹ് നബി ആശാരിയായിരുന്നു. പണിയാ ആശാരിപ്പണി എടുത്തിട്ട് വൈകുന്നേരം 1000 റുപ്യ കിട്ടുക. എന്താണ് ആ പൈസൻ്റെ മഹത്വം എന്നറിയോ? രാവിലെ പോയിട്ട് കിണർ കുഴിക്കുക, വൈകുന്നേരം ആകുമ്പോഴേക്ക് അയാൾക്ക് കിണറിന് കുഴിക്കണക്ക് അല്ലാത്തവരെക്കാളും ഒരു കൂലി വ്യത്യാസമാണ് അല്ലേ? 1000 ഉറുപ്പിക അയാൾക്ക് കൂലി കിട്ടി. ആ 1000 വേറൊരാളോ അയാൾ അങ്ങാടിയിൽ ഇങ്ങനെ പോയിരിക്കുമ്പോൾ ആരോ പറഞ്ഞു, ഇന്നാള് ഗൾഫിൽ നിന്ന് വന്നിട്ട് അയാൾക്ക് വീടുണ്ടാക്കാൻ സ്ഥലം വേണത്രേ. അപ്പം പറഞ്ഞു, എൻ്റെ അടുത്തുണ്ട് 10 സെൻറ്റ്. ഓൻ്റെതല്ല, വേറെ ആളുതാ. ഓനതിൽ പോയി കാണിച്ചു കൊടുത്തു. 3.5 ലക്ഷം ഉറുപ്പിക സെൻറ്റിൻ്റെ കച്ചവടം ചെയ്ത് 35 ലക്ഷം ഉറുപ്പിക. അപ്പം എത്ര കമ്മീഷൻ ഉണ്ടാവും? 35 ലക്ഷം ഉറുപ്പിക ആണെങ്കിൽ എത്ര കമ്മീഷൻ ഉണ്ടാവും? സാധാരണ എത്ര നടക്കല്? 10%. 3%. 3%. 1 ലക്ഷത്തിന് 3000 റുപ്യ. 10 ലക്ഷത്തിന് 30,000. 30 ലക്ഷത്തിന് ഏകദേശം 1 ലക്ഷം. അവനാകെ മുടക്കെന്താ? ഓൻ ഇവിടുന്നാട് പോയി 10 മിനിറ്റ് കൊണ്ട് ഓൻ്റെ 1 ലക്ഷം ഉറപ്പായി. ഈ 1 ലക്ഷം മോശം എന്നല്ല ഞാൻ പറഞ്ഞത്. കളവൊന്നും പറയാതെ ഹലാൽ രീതിയിലാണ് നടത്തിയതെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അയാൾ അധ്വാനത്തിൻ്റെ പൈസ മറ്റേ തൃപ്തിപ്പെട്ട് കൊടുക്കണേ, വാങ്ങണതിനും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് പിന്നെ ഇയാൾക്ക് വാങ്ങിക്കൊടുക്കണില്ല. മറ്റേ ആളോട് സംസാരിച്ച് വില ഒക്കെ മറ്റേ ആൾ 4 ലക്ഷമൊക്കെ പറഞ്ഞ് 3.5 ആക്കി കൊടുത്ത് ഇയാളല്ലേ? ഇയാൾക്ക് കുറച്ച് പണിയുണ്ട്. പക്ഷേ കളവ് പറയാൻ പാടില്ല. അവിടെ നാളൊരു തങ്ങൾ വന്നിരുന്നു. ആ തങ്ങൾ വന്ന സമയത്ത് പറഞ്ഞത്, ആടെ വീടെടുക്കുന്ന ആൾ ഭയങ്കര ഐശ്വര്യമായിരിക്കും, രാജാവിനെ പോലെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. കേട്ടിട്ടൊന്നുമില്ല പറഞ്ഞോട്ടെ. അങ്ങനൊന്നും പറയാൻ പാടില്ല, അപ്പോൾ ഹറാമാവും. ഹലാലായ രീതിയിൽ തന്നെ. പക്ഷെ ഒരു 10-15 മിനിറ്റ് അല്ല, ഒരു അരമണിക്കൂറുണ്ട് അയാൾക്ക് 1 ലക്ഷം കിട്ടി. മറ്റാൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ കഠിനാധ്വാനം ചെയ്ത് 1000 റുപ്യ കിട്ടി. അള്ളാഹുവിൻ്റെ ഹബീബ് പറയാണ്, ഈ 1 ലക്ഷത്തെക്കാളും നല്ലത് ഈ 1000 എന്ന്. എന്തുകൊണ്ട്? കയ്യിൽ തൊഴിൽ ചെയ്തു കിട്ടുന്ന പണം ഭയങ്കരമായി റസൂലുള്ള പ്രോത്സാഹിപ്പിച്ച വഴിയാണ്. മറ്റത് ഹറാമാന്നല്ല, അതിനേക്കാളും ഉഷാറിതാണ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. അതേപോലെ സമ്പാദ്യത്തിൽ പിന്നെ ഇസ്ലാം പ്രാധാന്യം കൊടുത്തത് കൃഷിക്കാണ്. റസൂലുള്ള പ്രാധാന്യം കൊടുത്തത് കയ്യിൽ തൊഴിൽ കഴിഞ്ഞാൽ പിന്നെ കൃഷിയാണ്. കൃഷി മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഖിയാമത്ത് നാൾ സംഭവിക്കാൻ പോവാന്ന് വിചാരിച്ചോളൂ. അള്ളാഹിന്റെ ഹബീബ് പറഞ്ഞു, ഒരാളുടെ കയ്യിൽ ഒരു വൃക്ഷത്തിന്റെ തൈയുണ്ട്, ഞങ്ങൾ ആ വൃക്ഷത്തിന്റെ തൈ മണ്ണിൽ നട്ടിട്ടേ നിങ്ങൾ മരിക്കാവൂ എന്ന് പുണ്യനബി. ഖിയാമത്ത് നാളിനെ നേരിടാവൂ എന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. കൃഷിയെ അത്രമാത്രം പ്രോത്സാഹിപ്പിച്ച നബിയാ നമ്മുടെ നബി. മാത്രമല്ല, കൃഷി മുഖേന ഉണ്ടാകുന്ന സമ്പാദ്യം ഏറ്റവും നല്ല സമ്പാദ്യമാണ്. ഒരാളൊരു മാവ് കുഴിച്ചിട്ടു, അതിങ്ങനെ വലുതായി. ഒരു 25 കൊല്ലം കഴിഞ്ഞിട്ട് അതിൽ നിറച്ചും മാങ്ങ ഉണ്ടായി. ഇയാളൊരു 10-25 മാങ്ങ ഒക്കെ കുടുംബത്തിനെടുത്ത് വെച്ചു. ബാക്കിയൊരു 350 മാങ്ങ അയാൾ കൊണ്ടുപോയി വിറ്റു. അയാൾക്ക് കിട്ടിയത് 2000 ഉറുപ്പിക. എന്നെ വിചാരിക്കുക, 350 മാങ്ങ കണ്ടായിരുന്നു ആവില്ല കിട്ടുക അല്ലേ? ഒരു 10-20,000 ഉറുപ്പിക കിട്ടൂലേ? ഒരു 20,000 ഉറുപ്പിക അയാൾക്ക് കിട്ടി. ഈ 20,000 അയാളുടെ സമ്പാദ്യത്തിൽ ഏറ്റവും നല്ല സമ്പാദ്യമാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ സമ്പാദ്യം അതാണ്. അതുകൊണ്ട് കൃഷി ചെയ്യണം. മണ്ണുക്ക് നമ്മൾ തിരിയാതായതാ വേറൊരു നാശം. നമ്മുടെ മണ്ണിനെ നമ്മൾ ശ്രദ്ധിക്കാതെയായതാണ്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ദീൻ ഒരാളുടെ സമ്പാദ്യത്തിൽ 3-ാമത്തെ സ്ഥാനമാണ് ബിസിനസ്സിന് അല്ലാഹു കൊടുത്തത്. പുല്ലൂക്കരുള്ള ആളുകൾ ആരാ? കൈത്തൊഴിൽ ചെയ്യുന്ന ആളുകളോ കൂടുതൽ? കച്ചവടക്കാരോ കൂടുതൽ? കൃഷിക്കാരോ കൂടുതൽ? കച്ചവടക്കാരും കൃഷിക്കാരും. ഇവിടെ കടയിലൊക്കെ ജോലി ചെയ്യുന്ന കുട്ടികളില്ലേ? അപ്പോൾ കയ്യിൽ തൊഴിൽ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ 3 സമ്പാദ്യമുള്ള നാടാണ് നമ്മുടെ നാട്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. 3-ാം സ്ഥാനമാണ് അള്ളാഹുവിൻ്റെ ഹബീബ് പരിശുദ്ധമായ ദീൻ കച്ചവടത്തിന് നൽകിയത്. കച്ചവടം ഭയങ്കര കൂലിയുള്ള കാര്യമാണ് കച്ചവടം. നല്ല നിയ്യത്തിൽ കച്ചവടം ചെയ്താൽ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കച്ചവടം ചെയ്തിട്ടുണ്ട്.
ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ സെയിൽസ്മാൻ ആയിരുന്നു, മാനേജർ ആയിരുന്നു നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് കച്ചവടം നല്ല കാര്യമാണ്. മാത്രമല്ല സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സ്വഹാബികളിൽ 6 പേരും കാനോ തുജാറ, അവർ കച്ചവടക്കാരായിരുന്നു. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10ൽ 6 സ്വഹാബികളും കച്ചവടക്കാരായിരുന്നുവെന്ന്. മാത്രമല്ല ഹബീബായി നബിയുനാ മുഹമ്മദ് മുസ്തഫ, നല്ല ഉറക്കെ ചൊല്ലൂ, സ്വലാത്ത് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, അത്താജിറുസ് സദൂഖുൽ അമീൻ, അത്താജിറുസ് സദൂഖുൽ അമീൻ, നിർമ്മലമായി സത്യം പറയുന്ന കച്ചവടക്കാരൻ, മഅശ്ശുഹദാഇ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അയാളുടെ സ്ഥാനം ശുഹദാക്കളോടൊപ്പമാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ ഹബീബ പറയുന്നത്, നിർമ്മലമായി സത്യം പറയുന്ന കച്ചവടക്കാരൻ അയാളുടെ സ്ഥാനം സ്വർഗത്തിൽ ശുഹദാക്കളോടൊപ്പമാണ് എന്ന്. ആരാ ശുഹദാക്കൾ? എൻ്റെ സഹോദരങ്ങളെ, വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതാ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. ശുഹദാക്കളെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് അവർ മരണപ്പെട്ടു പോയവരാണെന്ന് നിങ്ങൾ വിചാരിക്കണ്ട, അല്ലാഹു നൽകുന്ന ഭക്ഷണം കഴിച്ച് കഴിഞ്ഞുകൂടുന്നുവെന്നാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, സ്വർഗത്തിൽ കടന്ന ഒരാളും സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നില്ല. ഇല്ല ശുഹദാ, അതിൽ ഒരു ഭാഗം ശുഹദാക്കളാണെന്ന് ഹബീബായി നബിയുനാ റസൂലുള്ളാഹി. ശുഹദാക്കൾ സ്വർഗത്തിൽ കടന്നതിന് ശേഷവും അല്ലാഹുവിനോട് പറയുമത്രേ, ഞങ്ങളെ ഭൂമിയിലേക്ക് തന്നെ ഒന്നുകൂടെ അയക്കണേ അല്ലാ എന്ന് അല്ലാഹുവരോട് ചോദിക്കും. അതെന്താ നിങ്ങൾ അങ്ങനെ പറയുന്നത്? അവർ പറയും, അല്ലാ, ഒരു വട്ടം ഞങ്ങൾ ഷഹീദായപ്പോ ഞങ്ങൾക്ക് ഇത്രമാത്രം പ്രതിഫലമാണ് കിട്ടിയതെങ്കിൽ അല്ലാഹുവേ, ഒന്നുകൂടെ ഞങ്ങൾ ഭൂമിയിലേക്ക് പോകാം, ഞങ്ങളുടെ ശരീരം നിന്റെ മാർഗത്തിൽ ബലി കഴിപ്പിച്ചു വരാം അല്ലാ എന്നവർ പറയുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ആ ശുഹദാക്കളുടെ കൂടെയാണ് കച്ചവടക്കാരുടെ സ്ഥാനമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് കച്ചവടക്കാരനാ? അത്താജിറുസ് സദൂഖുൽ അമീൻ മഅശ്ശുഹദാഇ യൗമൽ ഖിയാമ, നിർമ്മലമായി സത്യം പറയുന്ന കച്ചവടക്കാരൻ എന്നാണ്. അല്ലേ? 20 20 80 വ 40 180. പാവം ഈ മാമാക്കൊന്നും അറിയില്ല കൂട്ടാൻ. അറബിക്ക് ഈ അറബിച്ചക്ക് കൂട്ടാനൊന്നും അറിയില്ല. അവൻ്റെ കടയിൽ വന്ന് സാധനം വാങ്ങിയ അവൻ്റെ 4-5 സാധനം വാങ്ങി ഇവനെ ഉറക്കെ കൂട്ടണേ. ഇത്ര അതിന് 20 هذا 20 20 20 80 80 و40 180. അപ്പൊ ഈ മാമ അങ്ങനെ ഒന്ന് കൂട്ടുക, 20 20 80. മാമാക്കറിയില്ല. മാമ പിന്നെ തിരിയാതിരിക്കണ്ടെന്ന് കരുതിയിട്ട് ഓൻ്റെ മുമ്പ് അഭിനയിച്ചത് 20 20 80 80 و40 180. നിർമ്മലമായി കച്ചവടം ചെയ്ത കച്ചവടക്കാരനാണ്. അത്താജിറുസ് സദൂഖുൽ അമീൻ മഅശ്ശുഹദാഇ യൗമൽ ഖിയാമ, അവരുടെ സ്ഥാനം സ്വർഗത്തിൽ ശുഹദാക്കളോടൊപ്പമാണ് എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തന്നെ പറയുകയാണ്, അഹല്ലല്ലാഹുൽ ബൈഅ വഹറമർ റിബാ, കച്ചവടം അല്ലാഹു ഹലാലാക്കുകയും പലിശയെ അല്ലാഹു ഹറാമാക്കുകയും ചെയ്തിരിക്കുകയാണ്. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തന്നെ പറയുകയാണ്, കച്ചവടത്തെ അല്ലാഹു ഹലാലാക്കുകയും പലിശയെ അല്ലാഹു ഹറാമാക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്പൊ പലിശ ഹറാമാണ്, കച്ചവടം ഹലാലാണ്. അല്ലാഹു ഇങ്ങനെ പറയാനുള്ള കാരണം എന്താ? പലിശക്കാരൻ ന്യായം പറഞ്ഞു, ഇന്നമൽ ബൈഉ മിഥ്ലുർ റിബാ. അവർ ന്യായം പറഞ്ഞത് എങ്ങനെയാ? എന്താ അവർ പറഞ്ഞത്?
പലിശയും കച്ചവടവുമെല്ലാം ഒരുപോലെയാണ്. നല്ലോ ശ്രദ്ധിക്കണേ, വിഷയത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. കച്ചവടവും പലിശയുമെല്ലാം ഒരേപോലെയാണ് എന്നാണ് പലിശക്കാർ പറഞ്ഞ ന്യായം. എന്താണ് അവർ അതിന് ന്യായം പറയാൻ കാരണം? അവർ പറഞ്ഞു, ഒരു കച്ചവടക്കാരനാണെങ്കിൽ അയാൾ ഇന്ന് ചൈനയിൽ പോകും. ഇന്നയാൾ ചൈനയിൽ പോയി ഒരു സാധനം 1000 ഉറുപ്പികക്ക് വാങ്ങിക്കൊണ്ടുവരുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ അയാൾ ചൈനയിലാവണ്ട, ചൈനയിലാവുമ്പോൾ സാധനം എത്താൻ കുറേ ദിവസം എടുക്കും. നമുക്ക് അതിനത്ര നേരമല്ലേ അവിടെ. വേം വാങ്ങി വരുന്ന സ്ഥലത്തേക്കോട്ടെ ബാംഗ്ലൂരിൽ പോവാൻ. പുല്ലൂക്കരയിൽ കച്ചവടം ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ പാണൂർ ടൗണിൽ കച്ചവടം ചെയ്യുന്ന ഒരാളാ. അയാൾ വസ്ത്രം വാങ്ങാൻ ബാംഗ്ലൂരിൽ പോയി. അയാൾ ഇന്നു രാത്രി ഇവിടെ നിന്ന് ബസ് കയറുകയാ. എന്നിട്ട് നാളെ ബാംഗ്ലൂരിലെത്തി. അയാൾക്ക് ആവശ്യമായ വസ്ത്രങ്ങളൊക്കെ വാങ്ങി. അന്ന് രാത്രി തന്നെ, നാളെ രാത്രി തന്നെ അയാൾ ബസ്സിൽ ആ സാധനങ്ങൾ വിട്ടു. അയാളും നാട്ടിലേക്ക് പോന്നു. വീട്ടിലെത്തി ഒരു അല്പനേരം ഉറങ്ങി. 10 മണിക്ക് അയാൾ കടയിലെത്തി. അയാൾ വാങ്ങിക്കൊണ്ടുവന്ന വസ്ത്രങ്ങൾ അയാൾ കടയിൽ ഡിസ്പ്ലേക്ക് വെച്ചതാണ്. അയാൾ ബാംഗ്ലൂരിൽ നിന്നൊരു ഷർട്ട് വാങ്ങിയത് 1000 ഉറുപ്പികക്ക്. അയാൾ ഡിസ്പ്ലേ വെച്ചത് എപ്പോഴാ? അയാളിത് ഡിസ്പ്ലേക്ക് വെച്ചത് രാവിലെ 10 മണിക്കാണ്. ഉച്ചക്ക് 1 മണിക്കൊരു ചെറുപ്പക്കാരൻ ഇവിടെ കയറി വന്നു. അതിന്റെ കളർ അയാൾക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. അയാൾ ചോദിച്ചു, ഇതിന്റെ വില എന്താ? കച്ചവടക്കാരൻ പറഞ്ഞു 2000 ഉറുപ്പിക. ശ്രദ്ധിക്കണേ, 2000 ഉറുപ്പ്യ എന്ന് കച്ചവടക്കാരൻ പറഞ്ഞു. ഈ ചെറുപ്പക്കാരൻ ഒന്നും നോക്കിയില്ല, അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടോണ്ട് പൈസ കൊടുത്തിട്ട് 2000 വാങ്ങിപ്പോയി. അവൻ നല്ല ശ്രദ്ധിക്കണേ, ഈ കച്ചവടക്കാരന് 1000 ഉറുപ്പികക്ക് 1000 ഉറുപ്പികയാണ് ലാഭം കിട്ടിയത്. എത്ര ദിവസം കൊണ്ട്? എത്ര ദിവസം കൊണ്ട്? ഒരു 1.5 ദിവസം കൊണ്ട്. 1000 ഉറുപ്പികക്ക് ഇയാൾക്ക് 1000 ലാഭം കിട്ടിയത് 1.5 ദിവസം കൊണ്ടാണ്. പലിശക്കാര് പറയാ, ഞങ്ങൾക്ക് അത്ര ലാഭമൊന്നും കിട്ടുന്നില്ലല്ലോ. ഞങ്ങൾ 1000 ഉറുപ്പിക ഒരാൾക്ക് കടം കൊടുത്താൽ 1 മാസം കഴിഞ്ഞാൽ തിരിച്ചു തരുമ്പോൾ തരുന്നത് 1200 ഉറുപ്പിക അല്ലേ? 1000ന്റെ ഒരു 14% എന്നാണ് അത്ര. 100ന്റെ 14% 14. 1000ന്റെ 14 140. ശ്രദ്ധിക്കണം, പലിശക്കാരൻ പറഞ്ഞത് അറിയോ? കച്ചവടക്കാരൻ 1000ന് ഒറ്റ ദിവസം കൊണ്ട് 1000 ലാഭം ഉണ്ടാക്കി. ഞങ്ങൾ ചെയ്തതോ, ഞങ്ങൾ ഒരാൾക്ക് 1000 ഉറുപ്പിക ഒരു മാസത്തേക്ക് വായ്പ കൊടുത്തു. ഞങ്ങൾക്ക് 1 മാസം കഴിഞ്ഞ് കിട്ടുന്നത് 1140 അല്ലെങ്കിൽ 1200. ഞങ്ങൾക്കൊരു മാസം കൊണ്ട് 200 ഉറുപ്പിക ലാഭം കിട്ടിയിട്ടുള്ളൂ. അള്ളാഹു പറയുകയാ, ഇവര് പറഞ്ഞ് എന്താ പോലെ പറഞ്ഞത്? ഇന്നമൽ ബൈഉ മിത്ലുർ റിബാ. അള്ളാഹു തന്നെ അവരുടെ ന്യായം എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. ഇന്നമൽ ബൈഉ മിത്ലുർ റിബാ. കച്ചവടവും പലിശയുമെല്ലാം ഒരുപോലെ തന്നെയാണ്. എന്താ പോലെ പറഞ്ഞത്? ഞങ്ങൾ 1000 ഉറുപ്പികയെ 1 മാസത്തേക്ക് ഒരാൾക്ക് വിൽക്കുകയാണ്. 1 മാസം കഴിഞ്ഞയാൽ ഞങ്ങൾക്ക് തരുന്നത് 1200. അപ്പൊ ഇവർ 1000 ഉറുപ്പികയെ 1200 വിൽക്കുകയാ. മറ്റോല് പറഞ്ഞതെന്താ? അവർ പറഞ്ഞു, ഇവർ തന്നെ പറഞ്ഞു, എന്നാൽ കച്ചവടക്കാർ ചെയ്യുന്നത് 1000 ഉറുപ്പികക്ക് ഒരു ഡ്രസ്സ് വാങ്ങിയിട്ട് ഒറ്റ ദിവസം കൊണ്ടത് 2000 വിൽക്കുന്നത്. രണ്ടും ഒരേ മാതിരി തന്നെയല്ലേ? അള്ളാഹു പറയുകയാണ്, അല്ല. അള്ളാഹു പറഞ്ഞു, അഹല്ലല്ലാഹുൽ ബൈഅ വഹറമർ റിബാ. പലിശയെ അള്ളാഹു ഹലാലാക്കിയിരിക്കുകയാണ്. അള്ളാഹു കച്ചവടത്തെ അള്ളാഹു ഹലാലാക്കിയിരിക്കുകയാണ്. പലിശയെ അള്ളാഹു ഹറാമാക്കിയിരിക്കുകയാണ്. എന്തുകൊണ്ട്? സയ്യിദത്തുന ആയിഷ, ഉറക്കെ പറയൂ, സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ. അന്നഹാ ഖാലത്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാൻ, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ ബഅർ റജുലു അദ്ദർഹമ ബിദ്ദർഹമൈൻ. നല്ല ശ്രദ്ധിക്കണേ, ഇദാ ബഅർ റജുൽ, ഒരാൾ വിറ്റാൽ, അദ്ദർഹമ ഉറുപ്പികയെ ഒരാൾ വിറ്റു, ബിദ്ദർഹമൈനി 2 ഉറുപ്പികക്ക് വിറ്റു, വദ്ദീനാറ ഒരാൾ 1 ദീനാറിനെ വിറ്റു, ബിദ്ദീനാറൈനി 2 ദീനാറുകൾക്ക് വിറ്റു. എന്നാൽ ഫഖദ് റാബാ, അയാൾ പലിശ വാങ്ങിയ ആളാണ് എന്ന് ഹബീബായി നബിയുനാ റസൂലുള്ളാഹി
ഉറക്കെ ചെല്ലണം സ്വലാത്ത്. വിഷയത്തിന്റെ ഗൗരവമുള്ള ഭാഗത്തേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. പലിശ എന്താണ് എന്നാ നമ്മൾ പറയുന്നത്. ഞാൻ പറയല്ല, ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസാ നമ്മൾ പറയുന്നത്. ഒരാൾ ഒരു ഉറുപ്പികയെ 2 ഉറുപ്പികക്ക് വിറ്റോ, അല്ലെങ്കിൽ ഒരു ദീനാറിനെ 2 ദീനാറിന് വിറ്റാൽ ഫഖദ് റാബ, അയാൾ പലിശ വാങ്ങിയ ആളാണ് എന്ന്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ, നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെ ഇല്ലല്ലോ, ഒരാൾ നമ്മൾ പറയാണ് മനസ്സിലാക്കാൻ, ഒരാൾക്ക് 1 ലക്ഷം ഉറുപ്പിക വായ്പ കൊടുത്തോ. എന്താ കരാർ? ആ 1 ലക്ഷം തിരിച്ചു തരുമ്പോൾ 1,20,000 തരണം എന്നാണ്. അപ്പോൾ ഇയാൾ 1,20,000 വിറ്റ ആളായി. ഫഖദ് റാബ, അയാൾ പലിശ വാങ്ങിയ ആളാണെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. ശ്രദ്ധിക്കണം. അപ്പോൾ ഒരാൾ 1 ലക്ഷം ഉറുപ്പിക ബാങ്കിന്റെ അക്കൗണ്ടിൽ അയാൾ കൊണ്ടുപോയിട്ടോ 1 കൊല്ലം കഴിഞ്ഞിട്ട് അയാൾ എടുത്തപ്പോൾ അയാൾക്ക് കിട്ടിയത് 1,15,000 എന്ന് വിചാരിക്കുക. ഫഖദ് റാബ, അയാൾ പലിശ വാങ്ങിയ ആളാണ്. ഈ 15,000 അയാൾക്ക് അവകാശപ്പെട്ട പണമല്ല, ഗൗരവത്തോടെ ചിന്തിക്കണം. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ഈ പലിശ വാങ്ങാൻ ആരെങ്കിലും ഒരാൾ ഒരു തന്ത്രം പ്രയോഗിച്ചാൽ ഫഖദ് റാബ, അവനും പലിശ വാങ്ങിയ ആൾ തന്നെയാ. വഖാദഹല്ലാഹ അസ്സ വജല്ല, അല്ലാഹുവിനെ വഞ്ചിക്കുകയും ചെയ്ത ആളാ. വത്തഖദ ആയാതില്ലാഹി ഹുസുവാ, അല്ലാഹുവിന്റെ ആയത്തുകളെ കളിയാക്കിയ ആളുമാണ് അയാളെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉസ്താദേ, ഞാൻ അക്കൗണ്ടിൽ 5 ലക്ഷം ഉറുപ്പിക കെട്ടിയിരുന്നു, ഇപ്പൊ നോക്കുമ്പോ അത് 5.50 ആയിട്ടുണ്ട്. 5,80,000. ഈ 50,000 പലിശയാണ്, നിനക്ക് അവകാശപ്പെട്ടതല്ല. അതുകൊണ്ടാണ് ലൈഫ് ഇൻഷുറൻസ് ശരിയാവില്ല എന്ന് പറയുന്നത്. ഒരാൾ അടച്ചത് 10 ലക്ഷമാണ്, അയാൾക്ക് കിട്ടാൻ പോകുന്നത് 16 ലക്ഷമാണ്. ഈ 6 ലക്ഷം നീ അവകാശപ്പെട്ട ആളല്ല. എന്തുകൊണ്ട്? 10 ലക്ഷത്തെ 16 ലക്ഷത്തിന് വിൽക്കാൻ പാടില്ല. ഇദാ ബഅർ റജുലു അദ്ദർഹമ ബിദ്ദർഹമൈൻ, ഒരാൾ 1 ഉറുപ്പികയെ വിറ്റു 2 ഉറുപ്പികക്ക് പകരമായി ഫഖദ് റാബാ, അയാൾ പലിശ വാങ്ങിയ ആളാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വദക്കറൽ ഉലമാഉ, പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, അൽ ഫർഖ ബൈനൽ ബൈഇ വർ-റിബാ, കച്ചവടത്തിന്റെയും പലിശയുടെയും ഇടയിലുള്ള വ്യത്യാസം എന്ത് എന്ന് പണ്ഡിതന്മാർ അതിന്റെ വ്യത്യാസം പറഞ്ഞു തന്നിട്ടുണ്ട്. പലിശയും കച്ചവടവും തമ്മിലുള്ള വ്യത്യാസം എന്താ? പലിശക്കാർ പറഞ്ഞതാ, കച്ചവടം പലിശയൊക്കെ ഒരേ മാതിരി തന്നെയാണ്. കച്ചവടക്കാരൻ 1000 ഉറുപ്പ്യക്ക് ഒരു സാധനം വാങ്ങി പിറ്റേ ദിവസം 2000-ന് വിറ്റു, ഓൻ 1000 ഉറുപ്പ്യക്ക് 1000 ഉണ്ടാക്കി. നമ്മളോ 1000 ഉറുപ്പ്യ ഒരാൾക്ക് കൊടുത്തു, ഒരു മാസം കഴിഞ്ഞിട്ട് 1200 ഉണ്ടാക്കി. നമ്മൾക്ക് ലാഭം കുറവാണ്, ഓൽക്കാണ് ലാഭം കൂടുതൽ. ഇതാണ് അവരുടെ വാദം. എന്നാൽ മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ വ്യാഖ്യാനം എഴുതി പണ്ഡിതന്മാർ പറയുകയാണ്, പലിശയുടെയും കച്ചവടത്തിന്റെയും ഇടക്കുള്ള വ്യത്യാസം. ഇദാ ബഅ റജുലുൻ സൗബ, ഒരാൾ ഒരു വസ്ത്രം വിറ്റു, യുസാവി 10, 10 ഉറുപ്പ്യക്ക് ഒരാൾ വാങ്ങിയ വസ്ത്രം ഒരാൾ വിറ്റു, ബി20, 20 ഉറുപ്പ്യക്ക് അയാൾ വിറ്റാൽ ഫഖദ് ഹസ്വല ദാലിക സൗബ. അല്ലോ ശ്രദ്ധിക്കണേ, മൂപ്പര് കച്ചവടക്കാരനാന്ന് വിചാരിച്ചോളി. ഞാൻ അങ്ങനെ തന്നെയാണോ? വസ്ത്ര കച്ചവടം ഉണ്ടോ? അതുണ്ട്. അപ്പം റെഡിയാണ്. ഞാൻ പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി എൻ്റെ കുട്ടിയെ ഉമ്മക്കൊക്കെ വസ്ത്രം വാങ്ങാൻ മൂപ്പരെ കടയിൽ കയറി. നല്ലൊരു മാക്സി കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാനത് ഉമ്മാക്ക് വാങ്ങാമെന്ന് കരുതി. മൂപ്പരോട് ഞാൻ ചോദിച്ചു, ഇതിനെത്രേ? മൂപ്പര് പറഞ്ഞു 500 ഉറുപ്പ്യാന്ന്. വിചാരിച്ചോളി, മൂപ്പരത് മെനിഞ്ഞാന്ന് ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നതാ. മൂപ്പർക്ക് അതിൻ്റെ ചെലവ് എല്ലാം കൂടി കുറേ പീസ് എടുത്തപ്പോൾ ആകെ 100 ഉറുപ്പ്യ ചെലവായിട്ടുള്ളൂ. 400 ഉറുപ്പ്യക്കാണ് മൂപ്പര് വെക്കണത്. ഒരൊറ്റ ദിവസം കൊണ്ട് ഈ 100ന്റെ നേരെ ഇരട്ടിയല്ല, 4 ഇരട്ടി കൂടുതലാണ്.
അങ്ങനെ വിചാരിച്ചോളൂ. അപ്പോൾ ഒരാൾ ഒരു വസ്ത്രം വിറ്റു, 100 റുപ്യക്ക് മൂപ്പര് വാങ്ങിയ വസ്ത്രം എനിക്ക് 500-ന് വിറ്റു. എന്നാൽ ഫഖദ് ഹസല ദാലിക തൗബു, ഇതാണ് ആ ഡ്രസ്സ് എന്ന് വിചാരിച്ചോളൂ. ഫഖദ് ഹസല ദാലിക തൗബു, ഈ വസ്ത്രം എനിക്ക് കിട്ടിയത് മുഖാബിലൻ ലിൽ 20 അതിൽ പറഞ്ഞ്, ഇതിലങ്ങനെ ആലിമീങ്ങൾ അങ്ങനെ ഉദാഹരണം പറഞ്ഞുകൊണ്ടാ, 500-ന് പകരമാണ് എനിക്ക് ഈ വസ്ത്രം കിട്ടിയത്. നല്ല മനസ്സിലാക്കണം വ്യത്യാസേ. 500-ന് പകരമാണ് എനിക്ക് ഈ വസ്ത്രം കിട്ടിയത്. ഫലമ്മാ ഹസലത് തറാദി അലാ ഹാദാ തഖാബുൽ, ഈ കച്ചവടത്തിൽ എനിക്കും സംതൃപ്തിയാ, മൂപ്പർക്കും സംതൃപ്തിയാ. മൂപ്പർക്ക് വലിയ സന്തോഷമാണ്, എനിക്കതിലും വലിയ സന്തോഷം. എന്താ കാരണം? എൻ്റെ അമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉതിരെ പുള്ളി കുത്ത്, ഭയങ്കര ഇഷ്ടമായി. കുറച്ചൊരൊന്നും കൂടി ഞാൻ ചോദിച്ചിട്ടില്ല, കാരണം എനിക്ക് ഇഷ്ടമായതുകൊണ്ട്. അപ്പൊ ഈ തൃപ്തി രണ്ടാൾക്കും ഉണ്ടായത് കൊണ്ട് തന്നെ സ്വാറ കുല്ലു വാഹിദിൻ മിൻഹുമാ മുഖാബലൻ ലിൽ ആഖർ, ഈ മൂപ്പർക്ക് ഞാൻ കൊടുത്ത ഈ 500-ന് പകരമായി ഈ വസ്ത്രം. സംഗതി ഇപ്പൊ മൂപ്പര് 100 റുപ്യക്ക് വാങ്ങിയതാണ്. പക്ഷേ ഈ ഞാൻ ആ 500 കൊടുത്തപ്പോൾ മൂപ്പർക്ക് ഇതിന് പകരം 500-ഉം കിട്ടി, എനിക്ക് 500-ന് പകരം വസ്ത്രം കിട്ടി. ഞങ്ങൾ രണ്ടാളും സംതൃപ്തരാണ്. ഓക്കെ, അതാണ് അതിലെ വിഷയം. ഫലം യഹുദു സാഹിബുഹു ശൈഅൻ ബിഗൈരി ഇവദിൻ, ഇവിടെ പകരമില്ലാതെ ആരും ഒന്നും എടുത്തിട്ടില്ല. ഞാനൊരു 500 രൂപ കൊടുത്ത അതിന് എനിക്ക് പകരം മാക്സി കിട്ടി. മൂപ്പര് എനിക്ക് മാക്സി തന്നു, അതിന് പകരം മൂപ്പർക്ക് 500-ഉം കിട്ടി. രണ്ടാളും സംതൃപ്തരാ. ഓക്കെ, ഇത് കഴിഞ്ഞു. ഇനി ശ്രദ്ധിച്ചോളൂ. ഒരു 2000 നോട്ടുണ്ടോ പോക്കറ്റിൽ? 500. ഇദാ ബാഅ 10 ദറാഹിമ ബി20, ഒരാൾ ശ്രദ്ധിച്ചോളൂ, ഒരാൾ 2000 ഉറുപ്പിക, മൂപ്പർക്ക് 2000 ഉറുപ്പിക ആവശ്യമുണ്ട്. ഞാൻ ഈ 2000 മൂപ്പർക്ക് കൊടുക്കുകയാണ്. എന്താ കണ്ടീഷൻ? ഒരു മാസം കഴിഞ്ഞാൽ 2500 തിരിച്ചു തരണമെന്ന്. നല്ലോ ശ്രദ്ധിച്ചോളൂ. പിടിച്ചോ, 2000 ഇത് തരണേ, മൂപ്പർക്ക് തന്നെ കൊടുക്കണ്ടിയാ. ഇദാ ബാഅ 10 ദറാഹിം ബി20, ഇപ്പൊ ഇത് 2 ലക്ഷം നിങ്ങൾ വിചാരിച്ചോളൂ. മൂപ്പര് വീടെടുക്കാനൊക്കെ കഷ്ടപ്പെട്ട മൂപ്പരിനോട് പറഞ്ഞു തരണം. അപ്പൊ ഞാൻ 2 ലക്ഷം രൂപ കൊടുത്തു. എന്താ ഡിമാൻഡ്? ഒരു മാസം കഴിഞ്ഞ് തരുമ്പോൾ 2,10,000 തരണം. ഇദാ ബാഅ 10 ദറാഹിമ ബി20, ഒരാൾ 2000 ഉറുപ്പികയെ അല്ലെങ്കിൽ 2 ലക്ഷം ഉറുപ്പികയെ 2,10,000-ന് വിറ്റാൽ, അപ്പൊ ഞാൻ ഈ 2 ലക്ഷം ഉറുപ്പ്യ വായ്പ കൊടുത്തപ്പോൾ മൂപ്പരോട് പറഞ്ഞു 2,10,000 തിരിച്ചു വരണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ ഈ 2 ലക്ഷത്തെ 2,10,000-ന് വിറ്റാളാ. നീ ശ്രദ്ധിക്കണം. ഫഖദ് അഖദൽ 10 സായിദ, മൂപ്പരെങ്കിൽ തിരിച്ചു തരുമ്പോ എടെ ബാക്കി 10 തരി, ഒരു 10 കൂടി തരി, 10 റുപ്യ തരി. ഇതിപ്പോ 2 ലക്ഷം ഞാൻ കൊടുത്ത് അത് മൂപ്പർക്ക് തിരിച്ചു തന്നു. ഇപ്പൊ ബറാബറാണ്. പക്ഷെ ഞാൻ പറഞ്ഞതെന്താ? 2,10,000 തരണമെന്നാണ്. 2,10,000 മൂപ്പര് തന്നു. ഞാൻ ശരിക്കും 2 ലക്ഷം കൊടുത്തിട്ടുള്ളൂ. ഇത് ഞാൻ കൊടുത്തിട്ടില്ല. ഞാൻ ഈ 10,000 അധികം വാങ്ങുന്നത് അത് പലിശയാണ്. എന്തുകൊണ്ട്? നീ ശ്രദ്ധിച്ചോളൂ, നല്ല കാരണം പറയുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കണം. എന്തുകൊണ്ട്? ഞാൻ ഈ 10,000 എടുത്തത് ബിഗൈരി ഇവദിൻ, ഒരു പകരമില്ലാതെയാണ്. അപ്പൊ നിങ്ങൾ പറയുന്നത് 2 ലക്ഷം അല്ലേ? 2 ലക്ഷത്തിന് പകരം 2 ലക്ഷമാണ്. മനസ്സിലായില്ല? 2 ലക്ഷത്തോട് സമമാവേതാ? നിങ്ങളെന്താ മിണ്ടാതെ? 2 ലക്ഷത്തോട് സമമാകുന്നത് ഏതാ? 2 ലക്ഷം. 2 ലക്ഷം 2,10,000 സമാണോ? അല്ല. എന്നാൽ 500 ഉറുപ്പികയും ഈ മാക്സിയും സമമാണോ? അല്ലാന്നോ? ആകെ പറഞ്ഞെന്നാ അതാണ്. പിന്നെ നിങ്ങളല്ലാന്ന് പറയാം. നിങ്ങൾക്ക് നോമ്പ് നല്ല ബാധിച്ചല്ലോ. ഈ 500 ഉറുപ്പികയും ഈ മാക്സിയും സമമാണോ? സമാണ്. എന്തുകൊണ്ട്? ഈ 500 ഉറുപ്പികക്ക് ഇത് പകരമാകും. എന്തുകൊണ്ട്? ഒരേ ഇനത്തിൽപ്പെട്ടതല്ല. എന്നാൽ 2 ലക്ഷത്തിന് പകരമാകില്ല 2,10,000. 2 ലക്ഷത്തിന് പകരം 2 ലക്ഷം മാത്രമാണ്. എന്നാൽ അതായത് ഒരേ ഇനത്തിൽപ്പെട്ട സാധനം അല്ലാതിരിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന വിലക്ക് പകരമായ സാധനം നൽകും. ഒരേ ഇനത്തിൽപ്പെട്ട വസ്തുവിനെ അതേ ഇനത്തിൽപ്പെട്ട വസ്തുവിനെ വിൽപ്പന നടത്തുമ്പോൾ അതാണല്ലോ ഞാൻ ഹദീഥിനെ ഓതും. ആ ഹദീഥ ഇനി ഓതാനുള്ളത്.
അപ്പോൾ ഒരിക്കലും 2 ലക്ഷത്തിന് പകരമല്ല 2,10,000. അതുകൊണ്ട് ഞാൻ 2 ലക്ഷം മൂപ്പർക്ക് കൊടുത്താൽ എനിക്ക് തിരിച്ചു വാങ്ങാൻ അവകാശമുള്ളത് 2 ലക്ഷം മാത്രമാണ്. ഇനി 2,10,000 ഞാൻ വാങ്ങിയാൽ ഈ 10,000 പകരമില്ലാതെ ഞാൻ വാങ്ങിയതാണ്. അതുകൊണ്ട് അത് അള്ളാഹു അനുവദിക്കൂല. നേരെ മറിച്ച് മാക്സി വാങ്ങി മാതിരില്ല. മാക്സി വാങ്ങി സന്തോഷവാനാ. എന്താ കാരണം? 500 രൂപ കൊടുത്ത് എനിക്ക് നഷ്ടം തോന്നിയിട്ടൊന്നുമില്ല. എന്നാ 2 ലക്ഷം ഞാൻ കൊടുത്തു, 2,10,000 ഞാൻ വാങ്ങുമ്പോൾ മൂപ്പർക്ക് തോന്നും, 2 ലക്ഷത്തിന് ഇങ്ങനെ അടങ്ങാറുണ്ടോ? പകരം നിൽക്കൂല. വലായും അയ്യുക്കാൽ. നീ ശ്രദ്ധിച്ചോളൂ. ചില ആളുകൾ അപ്പം ഇങ്ങനെ ന്യായം പറയാറുണ്ട്, അതുകൊണ്ട് പിന്നെ 1 മാസം കഴിഞ്ഞിട്ടില്ല തിരിച്ചു കൊടുക്കണ്, അപ്പം വയസ്സിന്റെ മൂല്യം കുറഞ്ഞിട്ട് കൊടുക്കണ്ടാവൂലേ? വലായും അയ്യുക്കാൽ പറയാൻ പറ്റൂല. ഇവിടെ പകരം 10,000 പകരം 1 മാസം എന്ന സമയമാണ്. സമയം പകരം വെക്കാൻ പറ്റൂല. വലായും ഇന്നൽ ഇവല الإمهال في مدة الأجل فإن الإمهال സമയം എന്നത് ലൈസ മാലൻ, അത് സ്വത്തല്ല, പകരം വെക്കാൻ പറ്റാവുന്ന ഒരു സാധനമല്ല. അതുകൊണ്ട് തന്നെ കച്ചവടവും പലിശയും ഒരേപോലെയല്ല എന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബാ. നോക്കൂ നിങ്ങൾ, മഹാനായ ഉബാദത്ത് ഇബ്നു സാമിത് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. അന്നഹു ഖാല, മഹാനവർകൾ പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറഞ്ഞു, ലാ തബീഉ ദഹബ ബിദ്ദഹബി, നിങ്ങൾ പൊന്നിന് പകരം പൊന്നിനെ വിൽക്കരുത്. വലൽ വരിക ബിൽ വരികി, വെള്ളിക്ക് പകരം വെള്ളിയെ വിൽക്കരുത്. വലൽ ബുർറ ബിൽ ബുർരി, ഗോതമ്പിന് പകരം ഗോതമ്പിനെ വിൽക്കരുത്. വല ശഈറ ബിൽ ശഈരി, ബാർലിക്ക് പകരം ബാർലിയെ വിൽക്കരുത്. വല തംറ ബിൽ തംരി, ഈത്തപ്പഴത്തിന് പകരം ഈത്തപ്പഴത്തെ വിൽക്കരുത്. വലൽ മിൽഹ ബിൽ മിൽഹി, ഉപ്പിന് പകരം ഉപ്പിനെ വിൽക്കരുത്. ഇല്ലാ സവാഅൻ ബിസവാ, അങ്ങനെ വിൽക്കുകയാണോ അളത്തത്തിലും തൂക്കത്തിലും കറക്റ്റ് ആവണം. അപ്പൊരാൾ 1 പവൻ പഴയ പൊന്ന് കൊണ്ടുപോയി കൊടുത്തു ജ്വല്ലരിക്കാർ. അങ്ങനെയുണ്ട് ഈ പെണ്ണുങ്ങൾക്കൊരു സ്വഭാവം, ഇടക്കിടക്ക് പൊന്ന് മാറ്റാൻ. 2 കൊല്ലമൊക്കെ കൂടുമ്പോൾ പുതിയാപ്പളിനെ വല്ല സോപ്പാക്കിയിട്ട് പറയും, അതൊക്കെ പഴയതായില്ലേ, നിങ്ങളെന്ത് മനുഷ്യനാ, ഞാൻ ആ മംഗളത്തിലും പോലൊക്കെ ഞാൻ നിങ്ങളെ ഭാര്യയെ തന്നെ മോശമല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇയാളാണ് മൂച്ചമ കയറും ചെയ്യും. മാറ്റിക്കൊടുക്കും. 1 പവന് സ്വർണ്ണാഭരണം മാറ്റി ഈ പെണ്ണ് പഴയ പൊന്ന് കൊടുത്തു. 1 പവന് സ്വർണ്ണാഭരണം. എന്നിട്ട് 8 ഗ്രാം പഴയ പൊന്ന് കൊടുത്തിട്ട് 7 ഗ്രാം പുതിയ പൊന്ന് വാങ്ങി. റാബ, പലിശ വരും. അവിടെ പലിശ വരുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അപ്പൊ സ്വർണം കൈമാറ്റം ചെയ്യുമ്പോൾ ഇല്ലാ സവാഅൻ ബിസവാ, 10 പവന നമ്മൾ മാറ്റിന്, എന്നാ തിരിച്ചു തരുമ്പോഴും 10 പവൻ തന്നെ തരണം. 10 പവൻ തന്നെ തരണം. അല്ലെങ്കിലോ, അങ്ങനെ ആകുമ്പോൾ പറയും സാധേ, പിന്നെ പൊന്ന് കച്ചവടക്കാർ ഈച്ചനാട്ടാനിരിക്കണ നല്ലത്. അല്ലെങ്കിൽ പിന്നെ ചെയ്യേണ്ടത് എന്താ? പഴയ പൊന്ന് സ്വർണ്ണക്കാടക്കാരന് വിൽക്കണം, വില കെട്ടിയിട്ട് വിൽക്കുക. ജ്വല്ലറിക്കാരൻ പഴയ പൊന്ന് വില കെട്ടി അയാൾ വിൽക്കുകയാ, അയാൾ വാങ്ങുകയാണ്, ഇവളങ്ങോട്ട് വിൽക്കുക. എന്നിട്ടോ പിന്നെ അവൾക്ക് എന്ത് ചെയ്യുക? ആ പൈസ വാങ്ങിയിട്ട് അവൾക്ക് പുതിയ പൊന്ന പൈസക്ക് വാങ്ങാവുന്നതാണ്. സ്വർണം കൈമാറ്റം ചെയ്യുമ്പോൾ, സ്വർണത്തിന് പകരം കൈമാറ്റം ചെയ്യുമ്പോൾ ഇല്ലാ സവാഅൻ ബിസവാ, അളത്തത്തിലും തൂക്കത്തിലും കൃത്യമാകണം. ഐനൻ ബി ഐനിൻ, അതേ ക്യാരറ്റിലുള്ള സ്വർണ്ണമാകണം. മനസ്സിലായില്ല? 22 കാരറ്റാ, എന്നാൽ 22 കാരറ്റാണ് തിരിച്ചു കൊടുക്കേണ്ടി വരും. അതേപോലെ യദംബിയതിൻ, റൊക്കമാകണം. നാളെ കൊടുക്കാന്ന് പറയാൻ പറ്റില്ല, കാരണം നാളെ 1 പവൻ ചിലപ്പോൾ കൊടുക്കുമ്പോൾ എന്തായിട്ടുണ്ടാവും, പവന്റെ വില കുറഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ തന്നെ കൊടുക്കണം. ഒരേ ഇനത്തിൽപ്പെട്ട സാധനം, അതേ ഇനത്തിൽപ്പെട്ട സാധനത്തിന് കൈമാറ്റം ചെയ്യുമ്പോൾ ഉള്ള നിബന്ധന 3. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വലാകിൻ ബിഉ ദഹബ ബിദ്ദഹബി. അപ്പം ഇവിടുന്ന് മനസ്സിലായില്ലേ? ഒരാൾ 2 ലക്ഷം രൂപ കൊടുക്കാണ്. എന്നാൽ ഒരാൾ 2 ലക്ഷം രൂപ കൊടുത്താൽ ഒരു കാരണവശാലും അതിന് 2,10,000 വാങ്ങാൻ പറ്റൂല. 2 ലക്ഷത്തിന് 2 ലക്ഷമേ വാങ്ങാൻ പാടുള്ളൂ ആണിപ്പോ പറഞ്ഞ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വലാകിൻ ബിഉ ദഹബ ബിൽ വരികി,
എന്നാൽ നിങ്ങൾ സ്വർണവും വെള്ളിയും തമ്മിൽ കൈമാറ്റം ചെയ്തോളൂ. വൽ വരിക ബിദ്ദഹബി വൽ ബുർറ ബിശ്ശഈരി, അതേപോലെ ബാർലിയും ഗോതമ്പും തമ്മിൽ കൈമാറ്റം ചെയ്തോളൂ. വത്തംറ ബിൽ മിൽഹി, ഈത്തപ്പഴവും ഉപ്പും തമ്മിൽ കൈമാറ്റം ചെയ്തോളൂ. യദൻ ബിയദിൻ, റൊക്കമായി. കൈഫ ശിഅ്തും, നിങ്ങൾ എങ്ങനെയാണോ ഉദ്ദേശിച്ചത് അങ്ങനെ. അപ്പൊ ഒരാൾ പറഞ്ഞു, ഞാൻ ഒരു 1/2 കിലോ വെള്ളി തരാം 10 പവൻ സ്വർണത്തിന് പകരം. ഏതിനാ വില കൂടുതൽ? നിങ്ങൾ മുണ്ടനല്ല, സ്വർണത്തിനാണ് ഉറപ്പാ. 10 പവൻ സ്വർണത്തിന് 2 ലക്ഷത്തിന് മേലെ വരും. 1/2 കിലോ വെള്ളിക്ക് ഒരു 10-20,000 റുപ്യ വരുള്ളൂ. ഞാൻ മൂപ്പരം ഒരു കച്ചവടം നടത്താം. ഞാൻ പറഞ്ഞു 1/2 കിലോ വെള്ളി ഞാൻ മൂപ്പർക്ക് കൊടുത്തു, മൂപ്പരതിന് പകരം 10 പവൻ സ്വർണ്ണം ഇങ്ങ് തരാം, കുഴപ്പമില്ല. അതിലേറ്റ വ്യത്യാസം വിഷയമില്ല, കാരണം ഒരേ ഇനത്തിൽപ്പെട്ട വസ്തുവല്ല. ഒരേ ഇനത്തിൽപ്പെട്ട വസ്തുവല്ലെങ്കിൽ എങ്ങനെ ഏറ്റ വ്യത്യാസത്തിലും വിൽക്കാവുന്നതാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യനബി തങ്ങൾ പറയുകയാണ്, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ഒരേ സാധനത്തിൽപ്പെട്ട വസ്തു അതേ സാധനത്തിന് വിൽക്കുമ്പോൾ ഏറ്റ വ്യത്യാസം വന്നാൽ അവിടെ പലിശ വരുന്നതാണ്. ഇനി റസൂലുള്ള പറയാണ്, മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഇദാ അമില ശൈഅൻ മിനൽ ഹീല, ഇനി ഒരാൾ ഒരു തന്ത്രം പ്രയോഗിച്ചു. എന്താണ് അയാൾ പ്രയോഗിച്ച തന്ത്രം? അത് കേട്ടോളിട്ടോ. ചില ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്യുന്ന വലിയ വളവന്മാരാ. എന്താണ് അയാൾ പ്രയോഗിച്ച തന്ത്രം? ഏതാ? എനിക്കൊരു 25,000 ഉറുപ്പിക ആവശ്യമുണ്ട്, എൻ്റെ കയ്യിൽ അതില്ല, മൂപ്പരെടുത്തുണ്ട്, മൂപ്പര് തരും, പക്ഷെ 30,000 മൂപ്പർക്ക് കൊടുത്താലേ 25,000 തരുള്ളൂ. 25,000 തിരിച്ചടക്കുമ്പോൾ 30,000 കൊടുത്തെങ്കിലേ 25,000 തരുള്ളൂ. എനിക്കാണെങ്കിൽ ഇത് കിട്ടൽ ആവശ്യം. അപ്പൊ സാധാരണ എന്ത് ചെയ്യും? ഒരു പേന എന്ന് വിചാരിച്ചോളൂ, 25,000-ത്തിനൊക്കെ പേനൊക്കെ അല്ലേ ഇപ്പോൾ നിങ്ങളെ പോക്കറ്റിലെ? 25,000-ത്തിന് പേന അല്ല, അത് 2 റുപ്യൻ്റെ പറ്റ പേന കേട്ടോ അല്ലേ? ഒരാളെ കയ്യിലൊരു പേനുണ്ട്, അപ്പം മൂപ്പരെ കയ്യിൽ പേനുണ്ട്, എനിക്കാണ് 25,000 റുപ്യ ആവശ്യമുള്ളത്. മൂപ്പര് ആ പേന എനിക്ക് വിൽക്കുന്നു. എത്രക്ക്? 30,000-ത്തിന്. 30,000-ത്തിന് വിറ്റു ആ പേന. എന്നോട് പറഞ്ഞു, ഈ പേന നിങ്ങൾക്ക് 30,000-ത്തിന് വിറ്റു. ഞാൻ വാങ്ങി, ഈ പേന ഞാൻ വാങ്ങി 30,000-ത്തിന് സ്വീകരിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു 30,000 റുപ്യ ഞാൻ ഒരു മാസം കഴിഞ്ഞിട്ടേ തരുള്ളൂ. എന്നിട്ട് ഈ പേന ഞാൻ അപ്പം തന്നെ അയാൾക്ക് വിൽക്കുക, 25,000-ത്തിന് ഞാൻ നിങ്ങൾക്ക് വിറ്റു എന്ന് പറഞ്ഞു. എടുത്തതിനേക്കാൾ 5,000 റുപ്യ കുറച്ചിട്ട് നഷ്ടത്തിന്. മൂപ്പർ അപ്പം തന്നെ ആ പൈസ എനിക്ക് തന്നും ചെയ്തു. തിരിഞ്ഞില്ല നിങ്ങൾക്ക്, മനസ്സിലായോ? അപ്പൊ 25,000 റുപ്യ എനിക്ക് കിട്ടലാവും ചെയ്ത്, എന്നാ പലിശറ്റായിട്ടില്ലല്ലോ. ഇതിന്റെ പേര് അള്ളാനെ പറ്റിക്കാന്ന്. ആ, നിങ്ങളെ നാട്ടിൽ ഇനി മിസൈൽ എന്നാണല്ലോ പറയല്. ആ മിസൈൽ തന്നെ. ഒരാൾ തന്ത്രം പ്രയോഗിച്ചു പലിശ വാങ്ങാൻ എന്ന് പറഞ്ഞാൽ ഈ കോലത്തിൽ ഫഖദ് റാബ, അവൻ പലിശ വാങ്ങിയനാകുമെന്ന് മാത്രമല്ല, വഖാദ അല്ലാഹു അസ്സ വജല്ല, അല്ലാഹുവിനെ വഞ്ചിച്ച ആളാകും അവൻ. വത്തഖദ ആയാതില്ലാഹി ഹുസുവാ, അല്ലാഹുവിന്റെ ആയത്തുകളെ കൊഞ്ഞനം കാണിച്ച ആളുകളുടെ കൂട്ടത്തിലാണ് അല്ലാഹു അയാളെ ഉൾപ്പെടുത്തുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ നല്ല പോലെ ശ്രദ്ധിക്കണം ഉമ്മമാർ. ചെറിയ ചെറിയ ആവശ്യത്തിനും ബാങ്കിൽ പോയി ക്യൂ നിൽക്കുന്ന ആൾക്കാരാണ് നമ്മളന്മാരല്ല കേട്ടോ, പെണ്ണുങ്ങൾ സാധാരണ. പല ബാങ്കുകളിലും പോയാൽ കാണാം, അല്ലെങ്കിൽ ബാങ്കിന്റെ മുൻവശങ്ങളിൽ കാണാം സ്ത്രീകളെ, പർദ്ദട്ടന്മാരിങ്ങനെ ക്യൂ. എന്താ? ചെറിയ ചെറിയ ആവശ്യത്തിന്. ആ ഏട്ടൻ്റെ ഓള് പ്രസവിച്ചതിന് അവിടെ ഒരു പൊന്ന് കൊടുക്കണം. അപ്പോൾ അത് കൊടുക്കാൻ ഒരു വഴി നോക്കിയിട്ട് കണ്ടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, അടുത്തുള്ള സാറോമാൻ്റെ വള കൊടുന്നിട്ട് പണയം വെച്ചിട്ട്, സാറോമിയും തെറ്റുകാരിയ, ഈ പണയം വെച്ചോളും തെറ്റുകാരിയ. സാറോമ മഥലൻ, പറച്ചോനെ സാറോമ എന്ന് പേരിൽ ആരുണ്ടാവും ഇവിടെ? ഇല്ല, അൽഹംദുലില്ലാ. മഥലൻ ഉദാഹരണം പറഞ്ഞതാണ്, ആളെ പറഞ്ഞതല്ല. അയൽപക്കത്തുള്ള പെണ്ണിന്റെ ഒരു വള വാങ്ങിച്ചു കൊണ്ടുവന്ന് ബാങ്കിൽ പണയപ്പെടുത്തി. എന്നിട്ട് ഈ പെണ്ണെന്തായി? 15,000 ഉറുപ്പിക എടുത്ത്. എന്തിന്? ഏട്ടൻ്റെ ഓള് പ്രസവിച്ച ആടെ ഒരു വള കൊണ്ടുപോയിട്ട് കൊടുക്കാൻ. ഫഖദ് റാബാ, പലിശയാണ്. എന്തുകൊണ്ട്? ഈ പെണ്ണ് ബാങ്കിൽ നിന്ന് എടുത്തത് 15,000-ആണ്.
ഈ പെണ്ണ് തിരിച്ചടക്കുന്നത് 16,000 1000 പലിശയാ കൊടുത്തത്. അതുകൊണ്ട് പലിശ കൊടുത്ത കൂട്ടത്തിൽ അല്ലാഹു പെടുത്തുന്നതാണ്. ഉമ്മമാരെ, സ്വർണം പണയം വെക്കല്ല ഉമ്മ. പലിശ വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്ന ആളുകൾ വളരെ വലിയ ഗൗരവമുള്ള കാര്യമാണ് ചെയ്യുന്നത് എന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഒരാൾക്ക് വീടെടുക്കാൻ പണം തികഞ്ഞില്ല. അയാൾ എന്തായി, നേരെ പോയി ബാങ്കിൽ പോയി 5 ലക്ഷം ഉറുപ്പിക വായ്പ വാങ്ങി. എന്നിട്ടോ അയാൾ വീടിന്റെ പണി അയാൾ പൂർത്തിയാക്കി. എന്നാൽ ഉമ്മ, പലിശയുടെ പണം തൊട്ട വീടായതുകൊണ്ട് ആ വീട്ടിൽ നിങ്ങൾക്ക് ബർക്കത്തുണ്ടാകൂല, സമാധാനമുണ്ടാകൂല. ആ വീട്ടിലെപ്പോഴും പ്രയാസങ്ങളാകും, ടെൻഷനാകും. പലിശയുടെ ഒരു തുണ്ട് നിങ്ങളുടെ വീടുമായി സ്പർശിച്ചിട്ടുണ്ടോ, സമാധാനം ആ വീട്ടിൽ നിങ്ങൾ പ്രതീക്ഷിക്കേ ചെയ്യേണ്ട എന്ന് അല്ലാഹുവിന്റെ ഹബീബാണ് പഠിപ്പിക്കുന്നത്. പലിശയാണ് 5 ലക്ഷം ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു, അതടച്ചത് 7 ലക്ഷമാണ്. 2.5 ലക്ഷം ഉറുപ്പികയും പലിശയാ. അല്ലാഹു ഇഷ്ടപ്പെടാത്ത ഏർപ്പാടാണ്. ഉമ്മമാരെ, പരിശുദ്ധമായ റമദാനിന്റെ അവസാനത്തെ 10-ലല്ലേ നമ്മളുള്ളത്. നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരോട് പറയണേ, ബാങ്കിൽ നിന്ന് പലിശക്ക് പണം വാങ്ങിയ ആളുകളുണ്ടോ, ബാങ്കിലെ പലിശ അടച്ചു തീർക്കാൻ പറയണേ. ലൈലത്തുൽ ഖദറിന്റെ രാവിലെ അല്ലാഹു പുറത്തു തരാത്ത വിഭാഗത്തിൽ അല്ലാഹു നമ്മെ പെടുത്താതിരിക്കട്ടെ. വല്ല പെണ്ണങ്ങന്മാരും ഉമ്മമാരും സ്വർണം പണയം വെച്ച ആളുകളുണ്ടോ, നാളെ തന്നെ പോയിട്ടതെടുക്കണേ, പിന്തിക്കരുത്. ലഅനല്ലാഹു ആകിലർ റിബാ വമുകിലഹു വകാതിബഹു വശാഹിദാ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, പ്രപഞ്ചനാഥനായ അല്ലാഹു ലഅനത്ത് ചെയ്തിരിക്കുകയാണ് ആകിലർ റിബാ, പലിശ വാങ്ങുന്ന ആളെ. വമുകിലഹു, ഉസ്താദേ ഞങ്ങൾ വാങ്ങുന്നില്ലല്ലോ, ഞങ്ങൾ കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. വമുകിലഹു, പലിശ കൊടുക്കുന്ന ആളെയും അല്ലാഹു ലഅനത്ത് ചെയ്തിരിക്കുകയാണ്. വകാതിബഹു, പലിശക്ക് വേണ്ടി കാതിബഹു, പലിശക്ക് വേണ്ടി ക്ലർക്ക് പണിയെടുക്കുന്ന ആൾ. എന്റെ പ്രിയമുള്ള സഹോദരാ, ബാങ്കിലെ പണി നിനക്ക് വേണ്ടേ വേണ്ട. നിന്റെ കൈകൊണ്ട് നീ ഇൻട്രസ്റ്റ് എഴുതുന്നില്ലേ, ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ട പണികളല്ലേ ചെയ്യുന്നത്. വകാതിബഹു വശാഹിദഹു, അതേപോലെ പലിശക്ക് വേണ്ടി സാക്ഷി നിൽക്കുന്ന ആൾ, ബാങ്കിൽ പോയി ജാമ്യം നിൽക്കുന്ന ആൾ, എല്ലാവരെയും അല്ലാഹു ലഅനത്ത് ചെയ്തിരിക്കുന്നു എന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ല ഭർത്താക്കന്മാരും ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡിലുണ്ടെങ്കിൽ ഓലോട് ഇന്ന് ഒയ്യാൻ പറഞ്ഞാൽ അതിലൊരു ഗുണമില്ല, ആരെങ്കിലും ആയിക്കോട്ടെ. അത് ഈ ഉമ്മത്തിനെ പറ്റിയതല്ല, ഉമ്മത്തിൻ്റെ ക്ഷന്തവല്ലത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹിക്കാൻ തയ്യാറുണ്ടോ? ഇനി പറയുന്നത് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, അല്ലാഹുവിന്റെ ഹബീബ് ആകിലുർ റിബാ വമുകിലുഹു വകാതിബുഹു വശാഹിദു കുല്ലുഹും ഫിന്നാർ. നേരത്തെ പറഞ്ഞെന്താ? അവർക്ക് അല്ലാഹുവിന്റെ ലഅനത്ത് ഉണ്ടെന്നാ. ഇപ്പൊ പറയുന്നത് എന്താ? പലിശ വാങ്ങുന്നവൻ, പലിശ കൊടുക്കുന്നവൻ, പലിശക്ക് വേണ്ടി എഴുതുന്നവൻ, പലിശക്ക് വേണ്ടി ജാമ്യം നിൽക്കുന്നവൻ, കുല്ലുഹും ഫിന്നാർ. അപ്പീലില്ല, അവർ മുഴുവൻ നരകത്തിലാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, ആമീൻ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആമീൻ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരു കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകനായിരുന്നു. കോൺഗ്രസ്സുകാരനെ കുറ്റം പറയാനല്ലോ, എൻ്റെ ഒരു അടുത്ത സുഹൃത്താ. മൂപ്പര് ഇതേപോലെ ബാങ്കിൻ്റെ പ്രസിഡന്റോ ചെയർമാൻ, എന്താ പറയുക, പ്രസിഡന്റ് എന്നല്ല പറയുന്നത്, പ്രസിഡന്റ്. അതാ ആളെന്നെ പള്ളിയുടെ ഭാരവായും. ഞാൻ മൂപ്പരോട് 2 പണിയും കൂടി നിങ്ങൾക്ക് പറ്റൂല, ഏതെങ്കിലും ഒന്ന് രാജിവെക്കണം എന്നാണ്. ഏതെങ്കിലും ഒന്ന് നിങ്ങൾ രാജിവെക്കണം. പലിശ പാടില്ല എന്ന് പറയുന്ന സ്ഥാപന പള്ളി, പലിശയെ പ്രോത്സാഹിപ്പിക്കുന്ന സ്ഥാപന ബാങ്ക്, രണ്ടും കൂടി പറ്റൂല. അയാൾ പറഞ്ഞു, ഉസ്താദേ പാർട്ടി ഏൽപ്പിച്ചതാണ്, പാർട്ടിയിൽ നിന്ന് ചിലപ്പോൾ പുറത്താക്കുന്നതാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് പാർട്ടിയിൽ നിന്ന് പുറത്താലോ വലുത്, സ്വർഗത്തിൽ നിന്ന് പുറത്താലോ വലുതെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പോയി രാജിവെച്ചു. കുല്ലുഹും ഫിന്നാർ.
സുബ്ഹാനല്ലാഹ്, ഇതിന്റെ മുമ്പിൽ ഒരു ന്യായവാദവും ശരിയല്ല അല്ലേ? നിങ്ങൾ ആലോചിച്ചു, ഏത് കോലത്തിലെ ഈ ബാങ്ക് പലിശ ഉണ്ടാക്കണം ആലോചന. ചില ആളുകളുണ്ട് ബിൽഡിങ്ങുകൾ ബാങ്കിന് വാടക കൊടുക്കുന്ന ആളുകൾ, ബിൽഡിങ്ങുകൾ ബാങ്കിന് വാടക കൊടുക്കുന്ന ആളുകൾ ആലോചിച്ചിട്ടുണ്ടോ അവർ ഏത് വാടകയാണ് അവർക്ക് കിട്ടുന്നത്? നിങ്ങൾ എൻ്റെ കൂടെ വരി, ആളെ വെള്ളിയാഴ്ച ഞാൻ കാണിച്ചു തരാം. ഒരു 4-5 ആൾക്കാരെങ്കിലും ഉണ്ടാവും പള്ളിയിൽ വന്നിട്ട്, ഉസ്താദേ കുട്ടീനെ കെട്ടിച്ചു, അന്ന് ആൾക്കാരെ മുമ്പിൽ കൈ കിട്ടാൻ വടിയായിട്ട് ബാങ്കിൽ നിന്ന് ഒരു 5 ലക്ഷം റുപ്യ വായ്പ എടുത്തതിന് എങ്ങനെ അടച്ചിട്ടും തീരില്ല ഉസ്താദേ, 8 ലക്ഷമാണ്, ജപ്തി നോട്ടീസ് വന്നാണ്, ഒരു നിർവാഹമില്ല, എന്തെങ്കിലും കാട്ടിത്തരണം. ആളുകളോട് പറയരുത്, എന്നെ കുറിച്ച് പറയരുത്, ഈ നാട്ടിൽ എനിക്ക് കുടുംബക്കാരുണ്ട്, എൻ്റെ അഭിമാനം വലുതാണ്. പള്ളി വരാന്തയിൽ പോയി കൈ കാണിച്ച് യാചിച്ചു വാങ്ങുന്ന പണ ഈ ബാങ്കിൽ കൊണ്ടുവന്ന് നടക്കുന്നത് പലിശയായി. മോലാലിനോട് ഞാൻ ചോദിക്കാം, നിനക്കൊരു 10 റൂം ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് ഈ പാവപ്പെട്ട മനുഷ്യരെ കരൽ പറിച്ചു മാന്തിപ്പറിച്ചെടുക്കുന്ന ഈ ബാങ്കിന്റെ വരുമാനത്തിൽ നിന്നുള്ള വാടക വേണോ നിനക്ക്? അല്ലേ? ചിലരൊക്കെ പറയും നല്ല സുഖം ബാങ്കിന് കൊടുത്താൽ 1-ാം തീയതി കൃത്യമായി വാടക ബാങ്കിൽ തന്നെ വന്നോളും, ഭയങ്കര സുഖം, നമ്മളതിൻ്റെ പേരിൽ കുലുമാലാണ്ട, തലവേദന ആണ്ട, ഒന്നും ആണ്ട, നല്ല സുഖം, നരകത്തിൽ കിടക്കാനും നല്ല സുഖമായി. നരകത്തേക്ക് പോകാനും വലിയ കണക്കൊന്നും ബോധിപ്പിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല, സുഖം, വാടക കിട്ടണതിനേക്കാളും വലിയ സുഖമാകും മറ്റേ സുഖം. ബാങ്കിൻ്റെ അടുത്ത് വരുന്ന വരുമാനം എങ്ങനെയാണ് അല്ലേ? ഈ ആചാര് ഒരു 5 ലക്ഷം റുപ്യ മൂപ്പരെ കയ്യിലുണ്ട്, മൂപ്പരത് ബാങ്കിൽ കൊണ്ടുപോയിട്ടാണ്, ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചു. ഞാൻ മൂപ്പരെ നിക്ഷേപിച്ചു പോകുന്നതിന് ശേഷം ഞാനാ പിന്നെ ചെല്ലണത്. എനിക്ക് കുട്ടി, അള്ളാഹു അങ്ങനെ വരുത്താതിരിക്കട്ടെ, എനിക്ക് കുട്ടീനെ കെട്ടിക്കാനൊരു ആവശ്യം ഉണ്ടായി, പൈസ ഇല്ലാതെ കുടുങ്ങി, ആരും ചോദിച്ചിട്ട് തരുന്നില്ല. ഞാൻ നേരെ ബാങ്കിൽ ചെന്നിട്ട് ഒരു 5 ലക്ഷം റുപ്യ എൻ്റെ വീടും പറമ്പും ഒക്കെ കൂടി അവിടെ പണയപ്പെടുത്തിയിട്ട് ഒരു 5 ലക്ഷം ചോദിച്ചു. അപ്പം എനിക്ക് ഈ ബാങ്ക് എടുത്തുന്ന 5 ലക്ഷം, ഈ ആചാരം 5 ലക്ഷം. എന്നോട് ബാങ്ക് പറഞ്ഞത് 14% പലിശ അടക്കണമെന്നാണ്. ഈ 5 ലക്ഷം നിക്ഷേപിച്ച ആചാരോട് പറഞ്ഞത് 7 ലക്ഷം നിങ്ങൾക്ക് 7% നിങ്ങൾക്ക് പലിശ തരും എന്നാണ്. ബാങ്കിന് എന്താ പണി? ഒരു പണിയില്ല. ഈ മൂല്യാരോട്, ഈ ആചാരോട് പൈസ വാങ്ങിയിട്ട് ആ ആചാര പൈസ ഈ മൂല്യാർക്ക് തരിക, എന്നോട് 14% വാങ്ങുക, മൂപ്പർക്ക് 7% കൊടുക്കുക, 7% ബാങ്ക് കൈ വെക്കുക. ബാങ്കിന്റെ കയ്യിൽ വരുന്ന പണമാരുടെ പണമാണ്? ഈ 5 ലക്ഷം ഇല്ലാത്ത ഈ പാവത്തിന്റെ ഹൃദയം ഊറ്റിക്കുടിച്ചെടുക്കുന്ന ചോരയാണ് ബാങ്കിന്റെ കയ്യിലെ പണം. അതിന് വാടക വേണോ? അതിൽ നിന്ന് വാടക വേണോ? സമുദായത്തിലെ ബാങ്കിന് ബിൽഡിംഗ് വാടക കൊടുക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഈ പലിശ എങ്ങനെ ഗുണം ചെയ്യും എൻ്റെ സഹോദര? ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബിയാണ് സയ്യിദുന അബൂ റാഫി റളിയല്ലാഹു അൻഹു. അബൂ റാഫി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ സ്വഹാബിയാണ്. മഹാനവറുകൾക്ക് ഒരു സമയത്ത് പൈസക്ക് ആവശ്യം വന്നു. അന്ന് ഈ വെള്ളി നാണയം സ്വർണ്ണ നാണയമൊക്കെയാണ് അന്ന് നിലവിലുള്ളത്. മഹാനവറുകൾ അന്നത്തെ ഏറ്റവും വലിയ മുതലാളിയായ സയ്യിദുന സിദ്ദീഖ്, ഉറക്കെ പറയൂ, അവസാനിപ്പിക്കണം നമുക്ക് വഴികാതെ, സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സന്നിധിയിൽ ചെന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, മഹാനവറുകളെ എനിക്കല്പം പൈസ ആവശ്യമുണ്ട്, തരണോ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പൈസ കൊടുത്തു. മഹാനായ അബൂ റാഫി റളിയല്ലാഹു അൻഹു പറയാ, അങ്ങനെ ഞാൻ ആ പൈസ തിരിച്ചു കൊടുക്കാൻ വേണ്ടി ചെന്നു. പക്ഷേ അതേപോലെ വെള്ളി നാണയം എനിക്ക് തിരിച്ചു കൊടുക്കാൻ ഉണ്ടായിരുന്നില്ല. എൻ്റെ ഭാര്യയുടെ ഒരു പാദസാരം ഉണ്ടായിരുന്നു, സ്വർണത്തിന്റെ പാദസാരമല്ല, വെള്ളിയുടെ പാദസാരമാണ്. ആ വെള്ളിയുടെ പാദസാരം ഞാൻ സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് തിരിച്ചു കൊണ്ടുപോയി കൊടുത്തപ്പോൾ മഹാനവറുകൾ ഫവലഅൽ ഖൽഖാല ഫീ കഫ, മഹാനവറുകൾ ത്രാസിന്റെ ഒരു തട്ടിൽ ഈ പാദസാരം വെച്ചു, വെള്ളിയുടെ വദ്ദറാഹിമ ഫീ കഫ, വെള്ളിയുടെ നാണയങ്ങൾ മറ്റേ തട്ടിലും വെച്ചു. എന്നിട്ട് ഇങ്ങനെ തൂക്കി നോക്കിയപ്പോൾ ഫകാനൽ ഖൽഖാലു അത്ഖല മിൻഹാ ഖലീലാ, മഹാനവറുകൾ എനിക്ക് കടം തന്ന വെള്ളി നാണയത്തെക്കാളും ഒരൽപ്പം കൂടുതലുണ്ടായിരുന്നു. ഏത്? ഈ പാദസാരം. ഫഅഖദ മിഖറാല, അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു കത്രിക ഇങ്ങോട്ടെടുത്തു. ലിയഖതഹു,
അധികമുള്ളത് ഈ വെള്ളിയുടെ ഈ വെള്ളിയുടെ പാദസാരത്തിൽ നിന്ന് മുറിച്ചെടുക്കാൻ. ഫഖുൽതു, അപ്പോൾ ഞാൻ മഹാനവറുകളോട് പറഞ്ഞു, അസ്സിയാദതു ലക യാ ഖലീഫത റസൂലില്ലാഹ്, സിദ്ദീഖ് തങ്ങളെ അധികമുള്ളത് നിങ്ങൾക്കുള്ളതാണ്, അത് മുറിക്കണ്ട എന്ന് ഞാൻ പറഞ്ഞപ്പോൾ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അബൂ റാഫി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സമിഅതു നബിയ യഖൂൽ അസ്സായിദു വൽ മുസ്തസീദു ഫിന്നാർ. അധികം നൽകണം എന്ന് പറയുന്നവനും അധികം കൊടുക്കുന്നവനും രണ്ടാളും നരകത്തിലാണെന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അധികം വാങ്ങൽ മാത്രമല്ല, സാധി നമ്മളിപ്പോൾ എന്താ തെറ്റ് ചെയ്യണേ? നമ്മൾ കൊടുക്കണല്ലോ, വാങ്ങില്ലല്ലോ. വാങ്ങണ ആളും കൊടുക്കണ ആളൊക്കെ നരകത്തിലാണ് എന്ന് റസൂലുള്ളാഹി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് പലിശ വാങ്ങലും കൊടുക്കലും തെറ്റു തന്നെയാണ്. ഇനി ശ്രദ്ധിക്കട്ടോ, ഞാൻ കുറച്ച് അതീതേ പറയുള്ളൂ, സമയം തോനെ പറയാനില്ല. അത് കഴിഞ്ഞിട്ട് ദ്വാരം നമ്മൾ പിരിയും. നമുക്ക് ഇൻഷാ അല്ലാഹ് വീട്ടിലെത്തണം, അസനസ്കരിക്കണം, ഒക്കെ ചെയ്യണം. റഹ്മുർറാഹിമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇതിന്റെ ഏറ്റവും വലിയ നാശം എന്താ? പലിശയുടെ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി കേട്ടോളിട്ടോ, ഖുർആൻ തന്നെ പറയുകയാണ്, പരിശുദ്ധമായ ഖുർആൻ ആയതാണ്, യംഹഖുല്ലാഹുർ റിബാ വയുർബിസ് സ്വദഖാത്ത്. യംഹഖുല്ലാഹുർ റിബാ, പലിശയെ അല്ലാഹു മായ്ച്ചു കളയുന്നതാ. വയുർബിസ് സ്വദഖാത്ത്, സ്വദഖകളെ അല്ലാഹു വളർത്തുകയും ചെയ്യുന്നതാണ്. പലിശയെ അല്ലാഹു ഇല്ലാതെയാക്കുമെന്ന് കേട്ടോ, ഖുർആന്റെ താക്കീതാണ്. അതുകൊണ്ട് തന്നെ പലിശയുമായി ഇടപെട്ട ആരെങ്കിലും ഉണ്ടോ, അയാൾ തകർന്ന് നശിച്ചു തരിപ്പണമാകുമെന്ന് ഖാലല്ലാഹു അസ്സ വജൽ. പല വലിയ മുതലാളിമാരും പൊട്ടിയത് എങ്ങനെ? ഓല് പലരോട് 1 ലക്ഷം 2 ലക്ഷം 5 ലക്ഷം 10 ലക്ഷം ഒക്കെ വാങ്ങി. എന്നിട്ട് ഓലോട് പറഞ്ഞു, നിങ്ങൾക്ക് മാസം തരാം. സംഗതി ശരിയാ, ആദ്യത്തെ 5 മാസം കറക്റ്റാ 1,05,000 വീട്ടിലെത്തുന്നു. എന്തിനാ? ഈ മുതലാളിക്ക് വേറെ ആൾക്കാരോട് വാങ്ങാൻ വേണ്ടി. നാലല്ലേ 4 ആൾ പറയുള്ളൂ. എന്ത് അയാൾക്ക് കൊടുത്ത ലാഭം കൃത്യമായി വീട്ടിക്ക് 1-ാം തീയതി വൈകുന്നേരമാവില്ല, രാവിലെ തന്നെ എത്തുന്നു. അപ്പം എല്ലാവരും കൂടി ഇയാൾ കുറച്ച് ലാഭം അങ്ങനെയൊക്കെ കൊടുത്തു നോക്കി. വിചാരിച്ച മാതിരി ബിസിനസ് വിജയിക്കൂല. പലിശയുമായി തൊട്ട ബിസിനസ് വിജയിക്കൂല. അയാൾ പൊളിഞ്ഞു തരിപ്പണമായി. എനിക്കറിയാം, 2 കോടി ബിസിനസ് ചെയ്തിട്ട് മുങ്ങിയൊരു കുട്ടിയെക്കുറിച്ച് ഈ കൊല്ലം റമദാനിൽ ഒരാൾ എന്നോട് പറഞ്ഞൊരു വാപ്പ പറഞ്ഞിട്ടുണ്ട്, സാധേ ദ്വാരക്കണട്ടോ. ഞാൻ ചോദിച്ചാൽ എന്തേലും കുടുങ്ങി? 2 കോടിയെ കുടുങ്ങിപ്പോയി. ഞാൻ ചോദിച്ചാൽ അങ്ങനെ? അത് പല ആൾക്കാരുടെ അടുത്തൊന്നും പൈസ വായ്പ വാങ്ങിയിട്ട് കച്ചവടം ചെയ്ത്. ഞാൻ ചോദിച്ചു, വായ്പ വാങ്ങി കച്ചവടം ചെയ്തതാണോ അല്ലെങ്കിൽ ഫിക്സഡ് ലാഭം തരാമെന്ന് പറഞ്ഞതാണോ? അപ്പം അതന്നെ പ്രശ്നം. ഫിക്സഡ് ലാഭം പലിശയാണ്. ഫിക്സഡ് ലാഭം പലിശയാണ്. അല്ലെങ്കിൽ ഒരാൾ കുടുങ്ങൂലല്ലോ അല്ലേ? ഞാൻ നമ്മളിപ്പോൾ 10 ആൾക്കാർ കൂടി കച്ചവടം ചെയ്യാം. ഞാൻ എല്ലായിടത്തും 5 ലക്ഷം വാങ്ങി 50 ലക്ഷം. ഞാൻ എന്താ അവരോട് പറഞ്ഞേ? ഞാൻ കച്ചവടം ചെയ്യാൻ പോവാ. ലാഭം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാഭം, നഷ്ടമാണ് നിങ്ങൾ നഷ്ടം സഹിക്കേണ്ടി വരും. അങ്ങനെ കച്ചവടം ചെയ്തു. ഞാൻ പൊട്ടിപ്പോയി. ആകെ 50 ലക്ഷത്തിൻ്റെ കച്ചവടം ചെയ്തിട്ട് 25 ലക്ഷം കിട്ടിയുള്ളൂ. ഒരു ബേജാറില്ല, 25 വീതിച്ചു കൊടുത്താൽ മതി. നമ്മളാ ഭാരമുണ്ടാക്കിയത്, ദീനല്ല, അള്ളാഹുവിന്റെ ദീൻ. നമ്മൾ ബുദ്ധിമുട്ടാകാതിരിക്കാനായി നിയമമുണ്ടാക്കിയത്. യംഹഖുല്ലാഹുർ റിബാ, പലിശയുമായി തൊട്ട ബിസിനസ്സുകളെല്ലാം തകർന്നു പോകും. അപ്പൊ ചില ആളുകൾക്ക് പറയില്ലല്ലോ, ഞാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് കച്ചവടം തുടങ്ങിയിട്ട് ഉഷാറായിട്ടുണ്ടല്ലോ. എന്നാ കേട്ടോളൂ, അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നർ റിബാ വ ഇൻ കതുറ, പലിശ എത്ര വളർന്നാലും ഫഇന്ന ആഖിബതുഹു തസീറു ഇലാ ഖില്ലാ, അതിന്റെ അവസാനം പരാജയമാണ്. 14 നൂറ്റാണ്ട് മുമ്പ് സാമ്പത്തിക ശാസ്ത്രം പഠിച്ചിട്ടില്ലാത്ത നബിയുനാ റസൂലുള്ളാഹി, ഉറക്കടിച്ചല്ലേ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസ് ഇവിടെ കേൾക്കൂ നിങ്ങൾ. മഹാനായ അബ്ദുർറസാഖ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മഅ്മർ ഖാല സമിഅനാ, മഹാനവറുകൾ പറയാണ്, ഞങ്ങൾ കേട്ടിട്ടുണ്ട്, പുണ്യ നബിയെ കുറിച്ചുള്ള വിവരം ഞങ്ങൾക്ക് എത്തിയിട്ടുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞതായ അന്നഹു ലാ യഅതി അലാ സ്വാഹിബിർ റിബാ 40 സന ഹത്താ യുംഹഖ, പലിശയുടെ ഇടപാട് വളർന്നാൽ തന്നെ 40 കൊല്ലമേ വളരൂ. അതിന്റെ മാക്സിമം വളർച്ചയതാ 40 കൊല്ലത്തിനിടക്ക് പലിശ ഇടപാടുകൾ പൊട്ടി തകർന്ന് തരിപ്പണമാകുമെന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ.
ഇന്ത്യയിലെ എല്ലാ ബാങ്കുകളും കടത്തിലാണ് അല്ലേ? ഇന്ത്യയിലെ എല്ലാ ബാങ്കുകളും സാമ്പത്തികമായ ശക്തമായ പ്രതിസന്ധി നേരിടുന്നുവെന്ന്. എന്തേ? അതുകൊണ്ടല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള ഫീസുകളാണ് ബാങ്ക് ഇപ്പൊ ഈടാക്കുന്നത്. എന്താ ഈടാക്കുന്നത്? SBI ഈടാക്കുന്നത്. SBIയിൽ അക്കൗണ്ട് ഉള്ള ഒരാളാണോ, അയാൾക്ക് 2 or 3 തവണ ഒരു മാസം അയാൾക്ക് ഇടപാടുകൾ ഫ്രീ ആണ്. എന്നാൽ 4ാം തവണ അയാൾ ഒരു തവണ ബാങ്കിൽ പൈസ ഇട്ടാൽ അയാൾക്ക് പൈസ വേണ്ട, 2ാം തവണ ഇട്ടാലും വേണ്ട, 3ാം തവണ ഇട്ടാലും വേണ്ട. അല്ലെങ്കിൽ ഒരു തവണ അയാൾ പണമെടുത്താൽ അയാൾ ഫീസ് അടക്കണ്ട, 2ാം തവണയും വേണ്ട, 3ാം തവണ വേണ്ട. എന്നാൽ 4ാം തവണ അയാൾ ബാങ്കിൽ നിന്ന് പണം പിൻവലിക്കുകയാണോ, അതിന്റെ ഇത്ര ശതമാനം ഫീസായി ഈടാക്കുമെന്ന്. എന്തിനാ ഇന്ത്യൻ ബാങ്കുകൾക്ക് അങ്ങനെ പറയേണ്ടി വന്നത്? അള്ളാന്റെ ഹബീബ് പറഞ്ഞതാ സത്യം. ഇന്ത്യൻ ബാങ്കുകൾ തകർച്ചയുടെ വക്കീലായതുകൊണ്ട് രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി നമ്മൾ നേരിടേണ്ടി വന്നത്. അള്ളാഹുവിന്റെ ഹബീബാ പറഞ്ഞത്, അള്ളാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്, പലിശയിൽ അധിഷ്ഠിതമായ സാമ്പത്തികമായ ശാസ്ത്രത്തിന് ഭദ്രതയില്ല, നാശമാണ് അതിന്റെ അന്ത്യമെന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. അപ്പൊ നിങ്ങൾ പറയും അത് മറ്റേ മല്ലിയോ, എന്ത് മല്ലിയ? വിജയ് മല്ലി. അയാൾ അങ്ങനെ പറ്റിച്ചു പോയതുകൊണ്ട് അയാൾ ഈ 10 കോടി മിണുങ്ങിയതല്ല, 1000 കോടി അയാൾ മിണുങ്ങിയതല്ല. അയാൾ ചെയ്ത കച്ചവടം പൊട്ടിപ്പോയി. എന്താ കാരണം? അതിന്റെ അടിസ്ഥാനം പലിശയാണ്. പലിശയിൽ അടിസ്ഥാനമായി ഒന്നും വിജയിക്കില്ല എന്ന് ഖുർആൻ. നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന തകർച്ചയുടെ മുഴുവൻ കാരണം അതാണ്. ഒരു മുതലാളി തകർന്നിട്ടുണ്ടോ? ഒരു മുതലാളി തകർന്നിട്ടുണ്ടോ? അയാൾ തന്റെ സമ്പത്ത് പലിശയുടെ ഇടപാടുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ടാകും, അല്ലാതെ തകരൂല. പലിശയുമായി ബന്ധപ്പെടാതെ ദാനധർമ്മം ശീലമാക്കിയ മുതലാളിയാണോ? സദഖയെ അല്ലാഹു വളർത്തുകയേ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. ഞാൻ അവസാനിപ്പിക്കാം. ഇതിന്റെ അന്ത്യത്തെക്കുറിച്ചൊന്നും പറയാൻ എനിക്ക് സമയമില്ല. ഭയങ്കരമായ അന്ത്യമാണ് പലിശയുടെ. ദുന്യാവെന്നുള്ള ശിക്ഷ റസൂലുള്ളാഹി പറയുന്നുണ്ട്, ഖബറിൽ നിന്നുള്ള ശിക്ഷ പറയുന്നുണ്ട്, മഹ്ശറയിൽ നിന്നുള്ള ശിക്ഷ പറയുന്നുണ്ട്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, റസൂലുള്ളാഹി പറഞ്ഞു, പലിശ എന്ന് പറഞ്ഞാൽ 73 വിഭാഗമാണ്, ഇനമാണ്. ഐസറുഹാ, അതിൽ ഏറ്റവും ചെറിയത്, ഒരാൾ തന്റെ ഉമ്മയെ വ്യഭിചരിക്കുന്ന പോലെയാണെന്ന് റസൂലുള്ളാഹി. ദിർഹമും മിനർ റിബ, കേട്ടോളൂ, ദിർഹമും മിനർ റിബ, പലിശയുടെ 1 റുപ്പിക എന്ന് പറയുന്നത് തന്റെ മാതാവിനെ 34 വട്ടം വ്യഭിചരിക്കുന്നതിനേക്കാളും ഗൗരവമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. ബാങ്കിന് കിട്ടുന്ന ആ പൈസ വേണോ നമുക്ക് വാടകയായി? അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹുവേ നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ശ്രദ്ധിച്ചോളൂ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, ഇദാ ലഹറ റിബ വസ്സിനാ ഫീ ഖറിയ, ഏതൊരു ഗ്രാമത്തിലാണോ വ്യഭിചാരവും പലിശയും വ്യാപകമാകുന്നത്, അതിനല്ലാഹു ബിഹലാകിഹാ, ആ നാടിനെ അല്ലാഹു നശിപ്പിച്ചു കളയുമെന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്. പലിശ വ്യാപകമാകുന്നതാകാം ഇതിന്റെ കാരണം. നിപ്പയുടെ കാരണം എന്ത് എന്ന് ഇതുവരെ കണ്ടെത്താൻ പറ്റിയില്ലല്ലോ. ആദ്യം അവർ പറഞ്ഞു വവ്വാലാൻ, പിന്നെ പറഞ്ഞു ഈത്തപ്പഴമാൻ, പിന്നെ പറഞ്ഞു കോഴിയാൻ, പിന്നെ പറഞ്ഞു തിരിഞ്ഞിട്ടില്ല, ഇപ്പൊ പറയാണ് നിയന്ത്രണ വിധേയമാൻ. ഇനി കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പറഞ്ഞേക്കാം ഞങ്ങൾ വിചാരിച്ച പോലെയല്ല, 2000 ചില്ലാനം ആളുകൾ നിരീക്ഷണത്തിലാണ് എന്ന്. അർഹമുർറാഹിമീനായ അല്ലാഹ്, ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ആരെങ്കിലും പലിശ ഇടപാടുമായി, പലിശ വാങ്ങുന്നവരോ കൊടുക്കുന്നവരോ ആയി ഉണ്ടോ? ഒറ്റ വാക്കേ ഞാൻ ഓർമ്മപ്പെടുത്തുന്നുള്ളൂ. അല്ലാഹു പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞതാണ്, പലിശ ഇടപാടുമായി ബന്ധപ്പെടുന്നവരോട് യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണേ. വദറൂ മാ ബഖിയ മിനർ റിബ ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണോ പലിശയുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളും നിങ്ങൾ നിർത്തിവെക്കണേ. ഫഇൻ ലം തഫഅലൂ, നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ ഫഅദനാ ബിഹർബിൻ മിനല്ലാഹി വറസൂലി, അല്ലാഹുവിനോടും അല്ലാഹുവിന്റെ റസൂലിനോടും യുദ്ധം ചെയ്യാൻ അവർ തയ്യാറായിക്കോട്ടെ എന്ന്.
അള്ളാഹുവിനോടും അള്ളാഹുവിൻ്റെ റസൂലിനോടും യുദ്ധം ചെയ്യാൻ അവർ തയ്യാറായിക്കോട്ടെ എന്ന് ഖുർആൻ സൂറത്തുൽ ബഖറയിലെ ആയത്താണിത്. അള്ളാഹുവിനോടും റസൂലിനോടും യുദ്ധം ചെയ്യാൻ, അള്ളാഹിനോടൊരു ഒരാൾ യുദ്ധം ചെയ്യാൻ മനക്കെട്ടാക്കി കഴിച്ചിടാൻ പറ്റുമോ? അള്ളാഹുവിനോട് തഫ്സീറിൽ തന്നെ കാണാം. ഈ ആയത്തിന്റെ തഫ്സീൽ മഹാന്മാർ എഴുതിയിട്ടുണ്ട്, ഒക്കെ ഇതിലുണ്ട്, വായിക്കാൻ സമയമില്ല. ഇതിന്റെ തഫ്സീൽ മഹാന്മാർ എഴുതിയിട്ടുണ്ട്. അള്ളാഹ് ഇങ്ങനെ ആൾക്കാരോട് പറയത്രേ, ഖുദിസ്സില, പലിശേനെ മാറുന്നില്ല, സ്വർണം പിന്നെയും കൊണ്ടുവച്ച സ്വർണം എടുക്കുന്നില്ല, പലിശയുമായുള്ള ഇടപാടുകൾ നിർത്തുന്നില്ല. ഉമ്മ പെങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ നിങ്ങളോട്, ബാങ്കിൽ നിന്ന് പലിശക്ക് പണം വാങ്ങാതെ നിങ്ങൾക്കൊരു വീടുണ്ടാകൂലേ? വേണ്ടാന്ന് വിചാരിക്കലാ നിങ്ങൾക്ക് നല്ലത്. പഴയ കാലത്ത് നമ്മൾ തെങ്ങോലയും പനയോലയും കൊണ്ട് വീടുണ്ടാക്കിയിരുന്നില്ലേ? അതുപോലെ വീടുണ്ടാക്കി താമസിക്കല. ഉസ്താദേ, ഏട്ടത്തിയുടെ വീട് ഫ്ലോർ ചെയ്തിട്ടുണ്ട്, എന്റെ വീട് ചെയ്തിട്ടില്ല. പെങ്ങളെ, ബാങ്കിൽ നിന്ന് പലിശക്ക് പണമെടുത്ത് നിങ്ങൾ വീടിന്റെ ഫ്ലോർ ചെയ്താൽ അതിൽ കാലുവെക്കുന്ന നിങ്ങൾക്കൊരു സ്വസ്ഥതയും കിട്ടൂല. അള്ളാഹുവിനോടും അള്ളാഹുവിന്റെ റസൂലിനോടും യുദ്ധത്തിന് തയ്യാറാകണേ എന്ന് ഈ ആയത്തിന്റെ തഫ്സീൽ മഹാന്മാർ പറയാണ്. പുണ്യ നബി പറയാണ്, അള്ളാഹു പറയുമത്രേ പലിശ ഇടപാട് നടത്തുന്നവനോട്, എടാ ഖുദിസ്സില, ആയുധെടുക്കടാ, എന്നോട് യുദ്ധം ചെയ്യാൻ തയ്യാറാകടാ. അള്ളാഹിനോട് യുദ്ധം ചെയ്താൽ തിരിയോ? വലിയ വലിയ ഡോക്ടർമാർ കേന്ദ്രത്തിൽ നിന്ന് വന്നിട്ട് വരെ അവർക്ക് തിരിഞ്ഞിട്ടില്ല. ഇനി ഇപ്പൊ ഇവിടുന്ന് അപ്പ പുറപ്പെട്ട് തന്നെ. വലില്ലാഹി ജുനൂദുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമിയിൽ അല്ലാഹുവിന് ചില സൈനികരുണ്ട് എന്ന് ഖുർആൻ. ആ സൈന്യം കഴിഞ്ഞ കൊല്ലം കൊതുകാവും, അതിന്റെ മുമ്പത്തെ കൊല്ലം പന്നിയാവും, അതിന്റെ മുമ്പത്തെ കൊല്ലം കോയിയാവും, അതിന്റെ മുമ്പത്തെ കൊല്ലം എലിയാവും, അതിന്റെ മുമ്പത്തെ കൊല്ലം കൊരങ്ങാവും. അപ്പൊ ഇവര് വവ്വാലെന്നാന്ന് പറഞ്ഞ ചാടി നീച്ചിട്ട് പോയി ശരിയല്ല എന്നും പറയണ്ട, അങ്ങനെ ഉണ്ടാവും. അള്ളാഹ് പറഞ്ഞു അങ്ങനെ. അള്ളാഹു പറഞ്ഞ എന്റെ സൈനികരായ ആൾക്കാരെ ഞാൻ പറഞ്ഞേക്കും നിങ്ങളോട് യുദ്ധം ചെയ്യാൻ. അപ്പൊ കേവലം ഇതിന്റെ മുമ്പ് വരെ പറഞ്ഞു കൊതുകാണ് നാശം കൊണ്ട് കൊതുകിനെ മുഴുവൻ കൊല്ലണം. കൊതുകിനെ കൊന്നു തീർക്കാൻ കഴിയും മനുഷ്യന്? അള്ളാഹുവിന്റെ അദാബ, അള്ളാഹുവിന്റെ അദാബ്. എന്താ നമുക്കൊക്കെ പലിശ വാങ്ങേണ്ടി വന്നത്? നമുക്കൊക്കെ പലിശ വാങ്ങേണ്ടി വന്ന് ഓളെ വീട് വലിയ വീടാ, അതിനേക്കാളും വലിയ വീടാണ് എൻ്റെ. ഓള് മംഗലം ഉഷാറായി കഴിച്ചാണ്, എൻ്റെ മംഗളേനേക്കാൾ ഉഷാറാണ്. ഓൻ്റെ മംഗലം വലിയ ഉഷാറായിരുന്നു, എൻ്റെ മംഗളേനേക്കാൾ ഉഷാറാണ്. ഓൻ്റെ വീടിന്റെ മുറ്റം ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ എൻ്റെ ചെയ്യാൻ ഞാൻ മോശല്ലേ? ഞാനൊരു നാട്ടിൽ പോയപ്പോ കണ്ടു, ആ നാട്ടിൽ 11 ഡോക്ടർമാരുണ്ട്. 11 ലേഡി ഡോക്ടർമാരാ, പല്ല് ഡോക്ടർമാരാ. ഞാൻ ഓരോ ചോദിച്ചു എത്ര ആൾ ജോലിയുണ്ട്? എന്നോട് ഞാൻ ഒരാൾ മാത്രം, ബാക്കി 10 ആളെന്ന് വെച്ചു. ഓലൊക്കെ ഹൗസ് വൈഫാന്ന് പറഞ്ഞു, കല്യാണം കഴിച്ചു പോയി. അപ്പം ഞാൻ ചോദിച്ചു പിന്നെ എന്തിനാ? ഈ ആളോട് ചോദിച്ചു നിങ്ങളതോ? എൻ്റെ മോളും അങ്ങനെ തന്നെ. ഞാൻ ചോദിച്ചു നിങ്ങൾ പിന്നെ എന്തിനാ പഠിപ്പിച്ചെന്ന് ചോദിച്ചു. അത് എൻ്റെ അമ്മായിൻ്റെ മോൾ ഡോക്ടറാണ്, അതുകൊണ്ട് എൻ്റെ മോളും ഡോക്ടറല്ല, ഞാൻ മോശമല്ലേ? ഈ ചങ്ങായി 50 ലക്ഷം റുപ്യ തല പുണ്ണാക്കി ചിലവാക്കിയതിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, എല്ലാ പലിശ ഇടപാടുമായി ബന്ധമുള്ള ആരെങ്കിലും ഉണ്ടോ ഇപ്പം തീരുമാനിക്കണം, ഞാൻ നിർത്തുന്നു. ഇല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ലഅനത്തുള്ള ആളുകൾക്ക് ലൈലത്തുൽ ഖദ്റിന്റെ മഹത്വം അള്ളാഹു കൊടുക്കൂല.